വ്യായാമവും വിശ്രമവും ഒരേപോലെ ശരീരത്തിന് അപ്ലൈ ചെയ്താൽ, ഔഷധമായി ഉപയോഗിച്ചാൽ 28 ദിവസത്തിനകത്ത് ഷുഗർ നോർമലായി വരുന്നത് ഞാൻ കാട്ടിത്തരാം. അങ്ങനെ വരുമ്പോൾ ഷുഗർ നോർമലായാൽ പായസം തട്ടിക്കോ. ഈ സ്ഥായീഭാവം ഇല്ലാത്ത, സ്ഥിരതയില്ലാത്ത ഈ ലോകത്ത് നമ്മുടെ രോഗം മാത്രം എങ്ങനെയാണ് സ്ഥിരമാകുന്നത്? പഞ്ച എന്ന് പറഞ്ഞാൽ 5 ബലങ്ങൾ. നമുക്ക് 5 ബലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ജീവിതത്തിൻ്റെ ചലഞ്ചസൊക്കെ ഫേസ് ചെയ്തപ്പോഴാണ് മനുഷ്യന് അസാധ്യമായ പലതും ഉണ്ടെന്ന് മനസ്സിലാകുകയും, എന്നാൽ ഈ കളരിയിലും ഡാൻസിലുമൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ ഒളിച്ചു വച്ചിരുന്നൊരു സംഭവം അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഞാനത് കണ്ടത്. മെറ്റീരിയലി ദേ ഹാവ് അച്ചീവ്ഡ് എവറിഥിങ്. പക്ഷേ ഈ ആധുനികതയുടെ ആ ഒരു ആർഭാടത്തിൻ്റെ പീക്കിലെത്തിക്കഴിയുമ്പോൾ ആന്തരികമായൊരു ശൂന്യത അവർക്ക് ഒരു അനുഭവപ്പെടും. WHO ഹെൽത്ത് ഡെഫിനേഷൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടോട്ടൽ വെൽബീയിങ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ. പക്ഷേ ഇത് എവിടെ നിർത്തിയെന്ന് അറിയാമോ? നമ്മുടെ സുശ്രുത മഹർഷിയുടെ സുശ്രുത സംഹിതയുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു ഊർജ്ജമുണ്ടെന്നും അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അതിനൊരു അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടെന്നെന്താ സംശയം? ശരീരവും മനസ്സും നമുക്കറിയാം, എന്നാൽ അതിനപ്പുറം അറിയാൻ കഴിയാത്ത ഒരു സത്യമുണ്ട്, ആത്മാവ്, ആത്മ അനുഭവം. ആ അനുഭവത്തിൽ വരുന്നവർക്കാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ ആരോഗ്യമുള്ളത്. പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ പ്രകൃതി തന്നെ നമ്മെ നിയന്ത്രിക്കും. അപ്പോൾ വികൃതി കുറവായിരിക്കും. വികൃതമാകുമ്പോഴാണ് അസ്വസ്ഥത വരുന്നത്. രോഗവുമായി വരുന്ന ആളിൻ്റെ മനസ്സിലാണ് സത്യത്തിൽ രോഗം. യു ആർ വാട്ട് യു നോ. എനിക്ക് രോഗമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ മനസ്സിലും ശരീരത്തിലും രോഗമുണ്ട്. എന്ത് ഭക്ഷിക്കണം, എന്ത് ചെയ്യണം, എന്ത് പറയണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ എഴുന്നേൽക്കണം, ഇതെല്ലാം ഉള്ളിൽ നിന്നൊരു ഗൈഡൻസ് ഉണ്ടാകും. ഈ വാസനാബലത്തെ ഉണർത്തുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു യോഗിയോടാണ്, അല്ലെങ്കിൽ ഒരു ഗുരുവിനോടാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കേട്ടിരിക്കുന്ന പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം, ആരോഗ്യത്തെപ്പറ്റി ഒരു ഗുരുവിനോട് എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉത്തരം അങ്ങ് നടത്തുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ തന്നെയുണ്ട്. NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള, അതായത് ഗവൺമെൻറ് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ആശുപത്രിയുടെ സ്ഥാപകനോടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ആദ്യം അവിടെ നിന്നറിയാനാണ് ആഗ്രഹം. എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്നത്? എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? ഞാനൊരു യോഗിയാണ് ബേസിക്കലി. തുടങ്ങിയത് പലതരം ഈ നമ്മുടെ പൗരാണിക ശാഖകളുണ്ടല്ലോ, പ്രധാനമായിട്ടും കളരിപ്പയറ്റ്, പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി, ഇങ്ങനെ ഈ ആയോധന സുകുമാര കലകൾ എനിക്കൊരു വലിയ ഹരമായിരുന്നു. അതിലൂടെ പിന്നെ മുന്നോട്ട് വന്ന് ഒരു ജീവിതത്തിൻ്റെ ചലഞ്ചസൊക്കെ ഫേസ് ചെയ്തപ്പോഴാണ് മനുഷ്യന് അസാധ്യമായ പലതും ഉണ്ടെന്ന് മനസ്സിലാകുകയും, എന്നാൽ ഈ കളരിയിലും ഡാൻസിലുമൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ ഒളിച്ചു വച്ചിരുന്നൊരു സംഭവം അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഞാനത് കണ്ടത്. അതിലൊരു ശ്ലോകം പറയുന്നുണ്ട്, ശൃണന്തു വിശ്വേ അമൃതസ്യ പുത്ര. അതായത് നിങ്ങൾക്ക് മരണത്തെപ്പോലും അതിജീവിക്കാൻ കഴിയും എന്ന് നമ്മുടെ ശ്വേതാശ്വരോപനിഷത്ത്, യോഗ കുണ്ടലിനി ഉപനിഷത്ത് ഇതിലേക്ക് എഴുതിയിട്ടുണ്ട്. ആദ്യം അതൊരു എക്സാജറേഷനാണെന്ന് തോന്നിയെങ്കിലും പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നെ അതിലേക്ക് നയിച്ചു. ഒടുവിൽ ഞാൻ ഒരു സന്യാസ ദീക്ഷയൊക്കെ സ്വീകരിച്ച് ഇതിൻ്റെ ആഴങ്ങൾ അന്വേഷിച്ച് പോയി. ഏകാന്തതയിൽ ഏകദേശം ഒരു 4-4.5 വർഷം തപസ് ചെയ്തു. അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ കാര്യം, ഒന്നിനെയും ഭയക്കണ്ട, അസാധ്യമായിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് നമ്മുടെ സമൂഹവുമായിട്ട് പങ്കുവെക്കണം എന്നൊരാഗ്രഹം വരികയും അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സങ്കല്പത്തിലേക്ക് വന്നത്. പിന്നീട് അത് തുടങ്ങി വന്നപ്പോഴും മനസ്സിലായി ഗവൺമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇറ്റ് ഷുഡ് ബി നമ്പർ 1 എന്ന സങ്കല്പത്തിലേക്ക് എത്തുകയും, അത് നോക്കുമ്പോൾ ഈ ഫോറിനേഴ്സാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ട്രഡീഷൻ അന്വേഷിച്ച് വരുന്നത്. ബിക്കോസ് മെറ്റീരിയലി ദേ ഹാവ് അച്ചീവ്ഡ് എവറിഥിങ്. പക്ഷേ
ഒരു ഈ ശൂന്യതയുണ്ട്. ആധുനികതയുടെ ആ ഒരു ആർഭാടത്തിൻ്റെ പീക്കിലെത്തി കഴിയുമ്പോൾ ആന്തരികമായൊരു ശൂന്യത അവർക്ക് ഒരു അനുഭവപ്പെടുന്നു. അതിൻ്റെ മറുപടി ഭാരതത്തിലുണ്ട്. അതുതന്നെയാണ് എനിക്കും അനുഭവപ്പെട്ടത്. ഇന്ന് ഈ ആധുനിക മനുഷ്യനും ഇവിടെ എത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഈ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന സ്ഥാപനം ഇന്ന സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരിക്കണം എന്ന് ഇപ്പോഴത്തെ ഗവൺമെൻറ് വളരെ ശക്തമായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഹോസ്പിറ്റൽസ് NABH ഈ സർട്ടിഫിക്കേഷനുള്ള സ്ഥാപനങ്ങൾക്ക് ഫോറിൻ ഗവൺമെൻറ്റ്സ് ഇത് കൊടുക്കും, ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ദ നമ്പർ 1 ഇൻ ദ ക്രൈറ്റീരിയ എന്നുള്ളതാണ്. സർ, ഇത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് NABH അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചില ക്രൈറ്റീരിയകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഇതൊരു തരത്തിലുള്ള മറയില്ലെന്നും മനുഷ്യർക്ക് ധൈര്യമായി ഇങ്ങോട്ട് വരാമെന്നും ഗവൺമെൻറ് കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിലേക്കുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ആധികാരികത അതെങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഉറപ്പാക്കുന്നത്? അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള നോംസ് ഉണ്ട്. നമ്മൾ NABH സർട്ടിഫിക്കേഷൻ വേണം എന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ക്ലിയർ, വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിന് റോഡ് ആക്സസ് എങ്ങനെ ഉണ്ടായിരിക്കണം, ഹൈജീൻ, സേഫ്റ്റി, ഡോക്ടേഴ്സ്, ക്വാളിഫിക്കേഷൻ, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, സേഫ്റ്റി, ഇതൊക്കെ ഓരോ കാറ്റഗറി നമ്മൾ ഫില്ല് ചെയ്യണം. അങ്ങനെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും അറ്റസ്റ്റ് ചെയ്ത് അത് ഓൺലൈനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ അവിടെ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് ടീം വരും. വന്നിട്ട് അവരെ ഈ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളും എല്ലാം ഉണ്ടോ ഇല്ലയോ എന്ന് മാനുവലി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് ആ ഒരു അപ്രൂവൽ തരുള്ളൂ. അപ്പോൾ നിശ്ചയമായും മനുഷ്യർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന നിലയ്ക്ക് നമുക്കിനി ബാക്കി സംസാരിച്ചു തുടങ്ങാം. ഒന്നാമത്തെ കാര്യം ആരോഗ്യം എന്നുള്ളതാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന സാറിൻ്റെ ഒരു കൺസെപ്റ്റ് ശരീരത്തിൻ്റെ ആരോഗ്യം കേവലം ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാവണമെന്നില്ല, മനസ്സിൻ്റെ ഒരു ജീവിത രീതിയുടെ ഒക്കെ ഒരു പ്രതിഫലനമാകാം ഒരാളുടെ ആരോഗ്യം എന്നുള്ളതാണ്. എങ്ങനെയാണ് ആരോഗ്യവാനായ ഒരു വ്യക്തി, അനാരോഗ്യമുള്ളൊരു വ്യക്തി എങ്ങനെയായിരിക്കും നമ്മൾ നിർവചിക്കുക? സത്യത്തിൽ ഈ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് വലുതായിട്ട് മനസ്സിലായിട്ടില്ല. ആ വിദ്യാഭ്യാസം ആ തലത്തിലല്ല നീങ്ങുന്നത്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. WHO ഹെൽത്ത് ഡെഫിനേഷൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടോട്ടൽ വെൽബീയിങ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ. ഒരാളിൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ആ ഒരു വെൽബീയിങ്, ആ ഒരു നമുക്കൊരു നാടൻ ഭാഷ പറഞ്ഞാൽ അതിനൊരു സർഗാത്മകതയുണ്ട്. അത്രയേ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എവിടെ നിർത്തിയെന്ന് അറിയാമോ? നമ്മുടെ സുശ്രുത മഹർഷിയുടെ സുശ്രുത സംഹിതയുണ്ട്, 2300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്. അതിൽ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രസന്ന ആത്മേ ഇന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയതേ. സംസ്കൃതം. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ആരോഗ്യം. അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രസന്നാവസ്ഥയാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ട്രാൻസ്ലേഷനാണ് ടോട്ടൽ വെൽബീയിങ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ. ഈ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിനൊരു പ്രശ്നമുണ്ട്. അതൊരു നിഗൂഢമായിട്ടുള്ള അന്ധവിശ്വാസ ജടിലമായ കാര്യമാണ് അവരുടെ ആത്മീയത. ഭാരതത്തിൻ്റെ ആത്മീയത ക്രിസ്റ്റൽ ക്ലിയറാണ്. ഭാരതത്തിൻ്റെ ആത്മീയത ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയുമ്പോൾ എന്താണ് ഭാരതത്തിൻ്റെ ആത്മീയത എന്നൊന്ന് വിശദീകരിക്കാമോ? ഭാരതീയത്തിൻ്റെ അത് യഥാർത്ഥത്തിൽ ആത്മീയത എന്താണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ആത്മാവ് അറിയില്ല, എന്നാൽ എല്ലാവരും ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ആത്മാവ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്താശേഷി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതെന്തോ ഒന്ന്, അതാണ് ആത്മാവ്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും മറ്റ് എല്ലാ പാരമ്പര്യ സംവിധാനങ്ങളിലും എന്ത് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും, അത് ആത്മാവല്ല. ഇപ്പോൾ ഈ വിശ്വപ്രപഞ്ചം എന്ന് നമ്മൾ പറയുകയാണ്, ഗാലക്സീസ്, അത് ആത്മാവല്ല. മോഡേൺ സയൻസിൽ പറയുന്ന വാട്ട് എവർ ഈസ് മെറ്റീരിയലൈസ്ഡ് ഈസ് നോട്ട് എനർജി. അതായത് എനർജി എന്താണെന്ന് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല. പക്ഷേ എനർജി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇന്ന ഫോമിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒഴുകുന്ന വെള്ളം അത് ശരിക്കൊരു കൈനറ്റിക് എനർജിയാണ്. ഇതിൽ കറണ്ട് ഏതോ ഒരു മന്ത്രി ഒരുക്കെ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളത്തിൽ തൊട്ടാൽ എന്ത് കറണ്ട് അടിക്കുന്നില്ല എന്ന്. അതായത് ഒഴുകുന്ന വെള്ളം കൈനറ്റിക് എനർജിയാണ്, എന്നാൽ അതിനെ പൊട്ടൻഷ്യലാക്കി അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. അപ്പോൾ ആ ഊർജത്തെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷെ ഊർജത്തെ ആ തലത്തിൽ അറിയാൻ കഴിയില്ല. അതാണ് ആത്മാവ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു ഊർജ്ജം ഉണ്ടെന്നും അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അതിനൊരു അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടെന്നെന്താ സംശയം? ജീവനുണ്ടോ? ഉണ്ട്. ഒന്ന് പറഞ്ഞ എന്താണത്? ഉണ്ട് എന്നറിയാം, പറയാൻ കഴിയില്ല. അതാണ് ആത്മാവ്. അപ്പോൾ ഈ പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത ഉണ്ട് എന്ന് ഉറപ്പുള്ള അതിനെ അന്വേഷിച്ച് കണ്ടെത്തി അനുഭവിച്ചു എവിടെ? ഭാരത പൈതൃകം. എന്നാൽ വെസ്റ്റേൺ വേൾഡ് അതിനെ വിശ്വസിച്ചു. ഭാരതത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറഞ്ഞില്ല, അന്വേഷിക്കാനാണ് പറഞ്ഞത്. അന്വേഷിച്ച് കണ്ടെത്തണം. ഇംഗ്ലീഷിൽ പറയും യു ആർ വാട്ട് യു നോ. നിങ്ങൾ എന്തറിയുന്നോ അതാണ് നിങ്ങൾ. അപ്പോൾ അനന്തമായ ഊർജത്തെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അതാണ്. അപ്പോൾ അന്വേഷിച്ചാലല്ലേ അറിയാൻ കഴിയൂ. പക്ഷേ വിശ്വസിച്ചാലോ അറിയില്ല. അതൊരു സങ്കല്പത്തിൽ കൊടുക്കും. സത്തിൽ കൽപ്പിക്കുന്നതാണ് സങ്കല്പം, പക്ഷേ അനുഭവമല്ല. അപ്പോൾ വെസ്റ്റേൺ വേൾഡ് എപ്പോഴും സങ്കല്പത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുമ്പോൾ അവർക്കപ്പുറത്തേക്ക് പോകാനുള്ള വഴി അറിയില്ല. അതുകൊണ്ട് അതിനൊരു നിഗൂഢതയുണ്ട്. അതുകൊണ്ടാണ് അവർ സോഷ്യൽ എന്നെഴുതിയ സ്പിരിച്വൽ എന്നെഴുതിയില്ല. ഇവിടെ കൃത്യമായിട്ട് എഴുതി ശരീരവും മനസ്സും നമുക്കറിയാം, എന്നാൽ അതിനപ്പുറം അറിയാൻ കഴിയാത്ത ഒരു സത്യമുണ്ട്, ആത്മാവ്, ആത്മ അനുഭവം. ആ അനുഭവത്തിൽ വരുന്നവർക്കാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ ആരോഗ്യമുള്ളത്. മനസ്സിലായോ? അപ്പോൾ ആത്മബോധം ആർജിക്കാത്തവർക്ക് പൂർണ്ണ ആരോഗ്യം ഇല്ല എന്ന് ആണ് ഭാരത പൈതൃകം അടിവരയിട്ട് പറഞ്ഞത്. ഓക്കെ. അപ്പോഴേക്കും അടുത്ത ചോദ്യം എനിക്ക് തോന്നുന്നത്, സാർ ഒരു ആയുർവേദ സിദ്ധ രീതികളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പിന്തുടരുന്നത്. അപ്പോൾ ആയുർവേദത്തെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് ആയുർവേദം ഒരു ചികിത്സാ മാർഗമല്ല, പക്ഷെ അതൊരു ആയുസ്സിൻ്റെ വേദമാണ്, അല്ലെങ്കിൽ അതൊരു ജീവിതചര്യയാണെന്നാണ്. അങ്ങനെയെങ്കിൽ ആയുർവേദ പ്രകാരമുള്ള ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ഒരു ജീവിതചര്യ അതെങ്ങനെയാവും വിശദീകരിക്കുക? ഈ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് നമുക്കറിയാവുന്നത്. പക്ഷെ അതിലൊരല്പം സാങ്കേതിക പിഴവുണ്ട്. വാക്കാൽ വിവരിക്കാവുന്ന തലം വരെയുള്ള അറിവിനെയാണ് വേദം എന്ന് പറയുന്നത്, വെർബൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുന്നിൽ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവച്ചു, രണ്ടുപേരും ഓരോ ചായ എടുത്ത് കുടിച്ചു. അപ്പോൾ കൊണ്ടുവന്ന ആൾ ചോദിച്ചു കൊള്ളാമോ? ആ കൊള്ളാം, നല്ല രുചി. ആ രുചി എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ആ ചൂട് വെള്ളമുണ്ട്, അതിൽ തേയിലയുണ്ട്, പഞ്ചസാരയുണ്ട്, പാലുണ്ട്, ഇതിനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ കുടിച്ചപ്പോൾ കിട്ടിയ ആ ഒരു രുചി, അനുഭവം അത് പറയാൻ കഴിയില്ല. ഇതുപോലെ ഈ വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നൊരു തലമുണ്ട് ജീവിതത്തിന്. ആ ശരീരം, അതിൽ ഹൃദയമുണ്ട്, തലച്ചോറുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. പിന്നെ അതിലൊരു മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്, ഇതൊക്കെ പറയാം. ഇതിൻ്റെ ഉള്ളിൽ ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം, അതൊന്ന് പറയൂ, എങ്ങനെ പറയാൻ പറ്റും? അത് സിദ്ധമാണ്. ഇപ്പോൾ ഞാനൊന്ന് ക്ഷീണിച്ച് വന്നിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞടുത്ത് വന്നിട്ട് എന്താച്ചാ എന്ന് ചോദിച്ചു. ഒന്നുമില്ല മക്കളെ. അപ്പോൾ വെറുതെ ഒന്ന് മോളൊന്ന് ഇങ്ങനെ ചേർന്നിരുന്നു. അപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടുന്ന കുഞ്ഞിൻ്റെ ഒരു കെയർ, ഒരു അനുഭവം, അല്ലെങ്കിൽ ക്ഷീണിച്ച് വന്ന കുഞ്ഞിനെ അച്ഛൻ അമ്മ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീല്, ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അത് അനുഭവമാണ്, അത് സിദ്ധമാണ്. അപ്പോൾ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്ന തലം വരെ വേദവും അതിനപ്പുറത്തേക്കുള്ള അനുഭവം സിദ്ധവുമാണ്. ആ പൂർണ്ണ അനുഭവം വരുമ്പോഴാണ് ആരോഗ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. അതാണ് ശുദ്ധ ആയുർവേദം. ആ പൂർണ്ണതയിൽ അസംഭവ്യമായോ അസാധ്യമായോ ഒന്നുമില്ല.
അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചോദിച്ചാൽ, ഈ ആയുർവേദ പ്രകാരം ചില ജീവിതചര്യകൾ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്, ജീവിത രീതികൾ പാലിക്കേണ്ടതുണ്ടെന്നൊക്കെ പറയും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, ചൂടുവെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ. അത്തരം ജീവിതചര്യകൾ ശരിക്കും ആയുർവേദത്തിൽ പറയുന്നുണ്ടോ? അത് നിങ്ങളുടെ ഈ ആത്മാനുഭവത്തെ അല്ലെങ്കിൽ ഒരു ജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചര്യകൾ, ചിട്ടകൾ, നിയമങ്ങൾ, നിബന്ധനകൾ ഇതൊക്കെ ആപേക്ഷികമാണ്. ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, ഇല്ലെങ്കിൽ എന്ത് എന്നൊരു ചോദ്യം ബാക്കിയില്ലേ? ഈ പക്ഷി മൃഗാദികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരൊരാടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെന്ന്? പക്ഷെ അവർ വളരെ സുഖമായി ജീവിക്കുന്നില്ലേ? അത് വേറൊന്നുമില്ല, അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക ചെയ്യുന്നത്. അപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ പ്രകൃതി തന്നെ നമ്മെ നിയന്ത്രിക്കും. അപ്പോൾ വികൃതി കുറവായിരിക്കും. വികൃതമാകുമ്പോഴാണ് അസ്വസ്ഥത വരുന്നത്. പ്രകൃതമാകുമ്പോൾ, അതായത് പ്രാണൻ്റെ കൃത്യമായ പ്രവർത്തനത്തെയാണ് പ്രകൃതം എന്ന് പറയുന്നത്. അത് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് സുഖം, സൗഖ്യം. അതേസമയം ആ പ്രാണൻ തെറ്റുമ്പോഴാണ് അത് വികൃതം, വൈകൃതമാകുന്നത്. ആ വൈകൃതമാണ് ശരിക്കും ദുഃഖത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ദുഃഖമുണ്ടെങ്കിൽ എവിടെയോ നിയമം ലംഘിച്ചു എന്നാണ്. ആ നിയമലംഘനം കണ്ടെത്തി അതങ്ങ് റെക്ടിഫൈ ചെയ്താൽ സ്വസ്ഥതയിലേക്ക് തിരിച്ചു വരാം. അത്രയ്ക്കേ ഉള്ളൂ നിയമങ്ങളുടെയും നിബന്ധനകളുടെയും പ്രാധാന്യം. അല്ലെങ്കിൽ ഈ നിയമങ്ങളും നിബന്ധനകളും തന്നെ വലിയൊരു ബാധ്യതയായി മാറും. അതെ അതെ. ഓക്കെ, ഇത് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന അങ്ങയുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രശ്നവുമായി വരികയാണ്. അപ്പോൾ കേവലം ഇതാണ് രോഗം, ഇതിന് ഈ മരുന്ന് എന്നുള്ളതല്ല നമ്മുടെ ചികിത്സാ രീതി. അയാളെ അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അപ്പോൾ ആ പ്രോസസ്സ് അതെങ്ങനെയാണ് നടക്കുന്നതെന്നൊന്ന് പറയാമോ? ഈ രോഗവുമായി വരുന്ന ആളിൻ്റെ മനസ്സിലാണ് സത്യത്തിൽ രോഗം. യു ആർ വാട്ട് യു നോ. എനിക്ക് രോഗമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ മനസ്സിലും ശരീരത്തിലും രോഗമുണ്ട്. എന്നാൽ എനിക്ക് രോഗം ഇല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലും ശരീരത്തിലും രോഗമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ ശാസ്ത്ര അനുഭവങ്ങളുടെയും മൂലം. ഇവിടെ രോഗമായിട്ട് വരുന്ന ഒരാളിനെ ആദ്യം പഠിപ്പിക്കുന്നത് അവരുടെ തന്നെ ആ ശരീരത്തിൻ്റെ തത്വത്തെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ്. ഇതിന് നമ്മുടെ പൈതൃകം പറയുന്നത് പഞ്ചബല സിദ്ധാന്തം എന്നാണ്. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ തിയറി, അത്രയേ ഉള്ളൂ. പഞ്ച എന്ന് പറഞ്ഞാൽ 5 ബലങ്ങൾ. നമുക്ക് 5 ബലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് അടിസ്ഥാനം. അതായത് അന്നബലം, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങളെന്താണോ ഭക്ഷിക്കുന്നത് അതാണ് നിങ്ങൾ. മോഡേൺ സയൻസും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആഹാരത്തെ ഔഷധമായി ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന തത്വം, അന്നബലം. രണ്ടാമത് ആസനബലം, വ്യായാമം. അപ്പോൾ യോഗ എല്ലാവരും വളരെ ശക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ യോഗയിൽ പലരും പഠിക്കുന്നത് സർപ്പാസനം, വ്യാഘ്രാസനം, കുക്കുടാസനം, അങ്ങനെ ആസനങ്ങളെല്ലാം പക്ഷി മൃഗാദികളുടെ ഈ സ്ട്രെച്ചസിനെ അനുകരിച്ചിട്ടാണ് ഈ ആസനങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഞാൻ തമാശ രൂപത്തിൽ ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ യോഗ ചെയ്യാറുണ്ടോ? ഉണ്ട്. മത്സ്യാസനം ചെയ്യും, ഭുജംഗാസനം, കോബ്ര എല്ലാം ചെയ്യും. ഈ മനുഷ്യാസനം ഏതാ? അങ്ങനെ ഒരു ആസനമില്ല. അതായത് നമുക്കറിയില്ല നാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അനുകരണം മാത്രമാണ് മനുഷ്യൻ്റെ മുഖമുദ്ര. അപകടം അവിടാണ്. അപ്പോൾ ആസനബലം എന്ന് പറയാൻ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ചൂടിനെ നിലനിർത്താനുള്ള ചില സ്ട്രെച്ചസ് ഉണ്ട്. അത് നാം കണ്ടെത്തണം. കഴുത്ത് വേദന വരുന്നത് ചില സമയത്ത് ഡിസ്കിൻ്റെ ഒരു ചെറിയ കൺജഷൻ ആയിരിക്കും. അതിനെ ഒരു ബോധപൂർവം ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ ആ കൺജഷൻ അങ്ങ് മാറും. സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞ് നമ്മൾ മാസങ്ങളോളം വർഷങ്ങളോളം അനുഭവിക്കുന്ന വേദന ചെറിയൊരു സ്ട്രെച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതിനെയാണ് ആസനബലം എന്ന് പറയുന്നത്. ആസനങ്ങളും ഔഷധങ്ങളാണ്. അന്നം ഔഷധമാണ്, ആസനവും ഔഷധമാണ്. പിന്നീടുള്ളതെന്ന് പ്രാണബലം. നമ്മുടെ പ്രാണൻ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ആദ്യം ഡോക്ടർ തരുന്നത് വെച്ചാൽ ഓക്സിജനാണ്. ആ പ്രാണനെ പിടിച്ച് നിർത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളിലൂടെ ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് പ്രാണനാണ്, അത് ശ്വാസം. അപ്പോൾ ആ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ ശാക്തീകരിക്കുക, പ്രാണബലം. അടുത്തതാണ് ഏറ്റവും ശക്തം മനോബലം. ഈ മനസ്സിനെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് മനനം, ധ്യാനം. അപ്പോൾ അന്നബലം, ആസനബലം, പ്രാണബലം, മനോബലം, ഈ ചതുർബലങ്ങളെ
ശരിക്കും സ്വയം ആർജിക്കാൻ കഴിഞ്ഞാൽ അഞ്ചാമത്തെ ബലമാണ് ഔഷധ ബലം. ഇത് 4 അടിസ്ഥാനവും ഔഷധം പിന്നീട് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നതുമാണ്. നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ്സാകുന്നതും ഈ അടിസ്ഥാനമാണ്. എത്ര പേര് അവെയറാണ് ഈ 4 ബലങ്ങളെക്കുറിച്ച്? പക്ഷേ പക്ഷിമൃഗാദികളൊക്കെ ഈ 4 ബലങ്ങളെക്കുറിച്ച് അവെയറാണ്. അതുകൊണ്ടാണ് അവർക്ക് രോഗപീഠ കുറവ്, പ്രതിരോധശേഷി കൂടുതലുമാണ്. പക്ഷേ ബുദ്ധിയെ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യന് ഈ 4 ബലങ്ങളും കുറവും, എന്നാൽ ഔഷധബലത്തിൽ മാത്രം ഓവർ ഡിപ്പെൻഡൻസ്. ഈ അപകടമാണ് ഞാൻ ആദ്യം ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ 4 ബലങ്ങളും ചതുർബലം ഉണ്ടെങ്കിൽ ഈ ചെറിയ ഡോസ്, പിന്നെ ആയുർവേദ മരുന്നായാലും ഹോമിയോ മരുന്നായാലും അലോപ്പതി മരുന്നായാലും തീയിൽ വീഴുന്ന നെയ്യ് പോലെ അത് പ്രവർത്തിക്കും. എന്നാൽ അടിസ്ഥാനമില്ലാതെ എത്ര മരുന്ന് കൊടുത്താലും ഈ ശരീരത്തിൽ വലിയ റിഫ്ലക്ഷൻ ഉണ്ടാകാറില്ല. ഇത് തന്നെയാണ് ഭാരത പൈതൃകത്തിൻ്റെ പഞ്ചബല സിദ്ധാന്തം. ഇത് കൃത്യമായിട്ട് പരിപാലിച്ചാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നോ ഡിസീസ് ഈസ് ബിയോണ്ട് കൺട്രോൾ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ആശയത്തെ ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ വ്യവസ്ഥാപിതമായ സംവിധാനം ഇതിനെയാണ് ശക്തമായി എതിർക്കുന്നത്. സർ, ഇത് പറയുമ്പോൾ എനിക്കൊരു പുതിയ വാതിൽ തുറക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും ഈ 4 ബലങ്ങളും എങ്ങനെ ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നാമത്തെ ബലം ആഹാരം നമ്മൾ എടുക്കുകയാണ്, ഭക്ഷണം എടുക്കുകയാണ് എങ്കിൽ എന്തൊക്കെയായിരിക്കും പൊതുവിൽ നമ്മൾ പാലിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതെന്തൊക്കെയായിരിക്കും? ഈ ജനറലൈസ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രശ്നം. പുറത്തേക്ക് നോക്കുകയാണ്, അല്ലാതെ അകത്തേക്ക് നോക്കുന്നില്ല. ഈ അവബോധം എന്നൊരു വാക്ക് നമുക്കുണ്ട്, അത് കൂടുതലാരും ഉപയോഗിച്ച് കാണാറില്ല. അതുപോലെയാണ് തിരിച്ചറിവ്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ എടാ തിരിച്ചറിവ് വേണം എന്ന് പറയും. എന്താണ് ഈ തിരിച്ചറിവ്? അവനവനെ അറിയാന്നല്ല. യെസ്, നമ്മൾ കണ്ണുകൊണ്ട് പുറം ലോകം കാണും. പക്ഷേ കണ്ണുകൊണ്ട് എപ്പോഴെങ്കിലും കണ്ണിനെ കണ്ടിട്ടുണ്ടോ? കണ്ണാടിയിലെ പ്രതിബിംബം കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ണിനെ കണ്ടിട്ടില്ല. ചെവി കൊണ്ട് ബാഹ്യമായ ശബ്ദങ്ങൾ കേൾക്കും, എന്നാൽ ചെവിയെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ ബാഹ്യമായി ഉപയോഗിക്കുന്നു. എന്നാൽ ഇതിനെ തിരിച്ച് ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ അങ്ങനെ ഒരു അറിവുണ്ടാകും. അതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവിനെയാണ് വാസന എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ വാസനാബലമുണ്ട്. ആ വാസനാബലത്തെ തിരിച്ചറിഞ്ഞ് എന്ത് കഴിക്കണം. ഒരു പശുവിന് നന്നായി കുക്ക് ചെയ്ത് ഒരു ഫിഷ്, ഒരു ചിക്കനോ ഫിഷോ കൊടുത്തു നോക്കി, നമ്മളെ വായിൽ വെള്ളം ഊറും. പക്ഷേ പശുവിൻ്റെയോ ആടിൻ്റെയോ മുന്നിൽ മണത്തിട്ട് അത് അപ്പോഴേ തിരിഞ്ഞു പോകും. എന്തേ? അതിന് വാസനാബലമുണ്ട്. ഈ ഫുഡ് അല്ലെങ്കിൽ ഈ മോളിക്യൂൾ എൻ്റെ സിസ്റ്റത്തിന് ചേരുന്നില്ല എന്നൊരു ഡയറ്റീഷ്യനോ ഡോക്ടറോ അല്ല ആ പശുവിനെ പഠിപ്പിച്ചത്, അതിൻ്റെ വാസനാബലമാണ്. ഉള്ളിലൊരു ഗുരുവുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഗൈഡ്, ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡ്, അതൊക്കെ അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ട്, ഒരു വൈദ്യനുണ്ട്. ഈ വൈദ്യനെ ഉണർത്തിയാൽ ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ്, വാസന. ഈ വാസനാബലം നമ്മളെപ്പോൾ ആർജിക്കുന്നു, എന്ത് ഭക്ഷിക്കണം, എന്ത് ചെയ്യണം, എന്ത് പറയണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ എഴുന്നേൽക്കണം, ഇതെല്ലാം ഉള്ളിൽ നിന്നൊരു ഗൈഡൻസ് ഉണ്ടാകും. ഈ വാസനാബലത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം. അവിടെയാണ് നമുക്കൊരു തിരിച്ചറിവ്, അവബോധം ഉണ്ടാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ബാഹ്യമായിട്ടുള്ള ഉപാധികളെ ആശ്രയിക്കാം. പക്ഷേ അത് സത്യമാകണമെന്നില്ല. ഇപ്പോൾ ഒരു മരുന്ന് 10 പേർക്ക് കൊടുത്താൽ, ഒരേ മരുന്ന് 10 പേർക്ക് കൊടുത്താൽ 10 രീതിയിലായിരിക്കും അത് പ്രതിപ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരവരുടെ മനസ്സ്, മെറ്റബോളിക് സിസ്റ്റം എല്ലാം ഡിഫറെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അപകടം, ഇപ്പോൾ യോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു, നമ്മളൊരു ടീച്ചറിൻ്റെ അടുക്കൽ പോകുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, അവർ പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അപ്പോൾ അത് വർക്കാവില്ല എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള പഠനമാണ് വേണ്ടതെന്നുള്ളത് എങ്ങനെയാണ് പ്രായോഗികമാകുക ശരിക്കും? സപ്തസ്വരങ്ങളെന്ന് കേട്ടിട്ടുണ്ടോ സംഗീതത്തിൻ്റെ? സരിഗമ പദനിസ, 7 സ്വരങ്ങളല്ലേ ഉള്ളൂ. എത്ര ഗായകരുണ്ട് നമുക്ക്? ഒരുപാട് ഉണ്ട്. എത്ര യേശുദാസുമാരുണ്ട്? അദ്ദേഹം സപ്തസ്വരമല്ലേ പാടുന്നത്. അപ്പോൾ ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യരിൽ നിന്ന് പഠിച്ച സപ്തസ്വരങ്ങളാണ് യേശുദാസും പാടുന്നത്. എന്നാൽ ഒരു പക്ഷേ ശമ്മാങ്കുടിയേക്കാൾ നന്നായിട്ട് യേശുദാസ് പാടാറുണ്ട്. എന്താ വ്യത്യാസം? അവനവൻ്റെ ഉള്ളിൽ നിന്ന് അതെങ്ങനെയാണോ പ്രതിപ്രവർത്തിക്കുന്നത്, അതാണ് സത്യം. ഇതുപോലെ
നമ്മളൊരു ക്ലാസ്സിൽ പോയി പഠിക്കുന്നു, 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ടീച്ചർ ഒരു പാഠം പഠിപ്പിച്ചാൽ 40 കുട്ടികളും 40 രീതിയിൽ അത് പ്രോസസ്സ് ചെയ്യും. അതുതന്നെയാണ് പ്രകൃതിയിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് ഒരു രോഗവുമായി വരുന്ന ഒരാളെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് എത്ര കാലമെടുക്കും? അപ്പോൾ ദീർഘകാലത്തേക്ക് വേണ്ടിയാണോ? ആശുപത്രിയിലേക്ക് ഞാനൊരു പ്രശ്നവുമായി വരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാനൊരു ദീർഘകാലത്തേക്കുള്ള തയ്യാറെടുപ്പുമായിട്ടാണോ വരേണ്ടത്? എനിക്ക് ഇതൊരു രീതി കൂടിയാണല്ലോ, ഒരു ചര്യ കൂടിയാണല്ലോ. ഈ അറിവിലേക്കും തിരിച്ചറിവിലേക്കും ഒക്കെ എത്താൻ എത്ര കാലത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ എത്ര കാലമാണ് ഞാനൊന്ന് തയ്യാറെടുത്ത് വരേണ്ടത്? പരമാവധി 28 ദിവസം, മിനിമം 7 ദിവസം. ഇതും നമ്മുടെ പാരമ്പര്യം പഠിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഈ ഒരു ജീവിതചര്യ ദിനവും സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് 24 മണിക്കൂറിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു മാസത്തെ ഈ ഭാരതീയ കലണ്ടർ ചാന്ദ്രമാസത്തെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇത് 28 ദിവസമാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ സൈക്കിളില്ലേ, ആരോഗ്യമുള്ളൊരു സ്ത്രീയുടെ 2 സൈക്കിൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 28. വൈ? ചാന്ദ്രമാസം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റി വരാൻ 28 ദിവസം എടുക്കും. ഈ 28 ദിവസത്തിനകത്ത് ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ശരീരത്ത് ഒരു ജീവൻ, ഒരു എഗ്ഗായിട്ട് അത് ഫോം ചെയ്യും. ആ 28 ദിവസത്തിനകത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ബോഡി തന്നെ അതിനെ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ജീവൻ്റെ ഉദയം ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ്. കുചേന്ദു ഹേതു പ്രതിമാസാർത്ഥവം. മോഡേൺ സയൻസും പറയുന്നു ശരീരത്തിൻ്റെ മുടിയുടെ വളർച്ച പോലും ശ്വാസത്തെ നിയന്ത്രിച്ച് നമുക്ക് തടയാനും നിയന്ത്രിക്കാനും കഴിയും. എക്സെപ്റ്റ് വൺ പ്രോസസ്സ്. എന്താണെന്നറിയോ? മെൻസ്ട്രൽ സൈക്കിൾ. അത് ചന്ദ്രനുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മാനസിക വൈകല്യമുള്ളവരെ നമ്മൾ ലുനാറ്റിക് എന്ന് വിളിക്കും, ഇല്ലേ? അതുപോലെ കൂട്ടുകാർ ചിലപ്പോൾ വളരെ എന്താണ് സ്ട്രെയിഞ്ച് ആയിട്ടൊക്കെ പെരുമാറിയാൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എന്താടാ വാവെടുത്തോ? ഈ വാവ് സമയത്ത് ഇവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്. ആസ്മയുള്ള ആൾക്കാർ, അവർക്ക് ഈ വാവ് സമയങ്ങളിൽ ഇത് അഗ്രവേറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ 7 മുതൽ 28 ദിവസം എന്ന് പറയുന്നത് ഒരു ശരീരത്തിലെ ഒരു ആത്യന്തികമായ ഒരു മാറ്റം, സ്ട്രക്ചറൽ ചേഞ്ച്, അതായത് സെല്ലുലാർ ലെവലിൽ ഒരു ചേഞ്ച് നടക്കണമെങ്കിൽ നമുക്ക് 28 ദിവസം വേണം. അതുകൊണ്ടാണ് ആയുർവേദത്തിലെ എല്ലാ ചികിത്സകളും മാക്സിമം മിനിമം 7ഉം മാക്സിമം 28ഉം. ആദ്യത്തെ 7 ദിവസം ഇപ്പോൾ ഒരു കർഷകൻ കൃഷി ചെയ്യുകയാണെങ്കിൽ നിലമൊരുക്കുക എന്ന് പറയും. ഇത് ആദ്യത്തെ 7 ദിവസം ഈ ആളിനെ മാനസികവും ശാരീരികവും പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത 7 ദിവസം കൊണ്ട് ശരീരത്തിൻ്റെ ഈ ചികിത്സയുടെ ഇൻട്രൊഡക്ഷനാണ്. അത് ചിലപ്പോൾ മരുന്ന് പ്രയോഗിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആശയങ്ങൾ, പ്രാണായാമം അങ്ങനെയുള്ളത് പ്രയോഗിക്കും. അടുത്ത 7 ദിവസം എന്ന് പറയുന്നത്, അതായത് 21 ദിവസം എന്ന് പറയുന്നത് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതായത് ഒരു വിത്ത് നട്ട് അത് മുളച്ചു വന്നപ്പോൾ അതിൽ ചെറിയ കമ്പി ഒക്കെ വെച്ച് കെട്ടി അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അടുത്ത 28 ദിവസം എന്ന് കോൺക്രിറ്റൈസേഷനാണ്. അതിൻ്റെ വേരൊക്കെ പിടിച്ച് ചെടി വളർന്നു കഴിഞ്ഞു. പിന്നീട് എന്താ ചെയ്യേണ്ടത്? അതിനെ ഒരു നാച്ചുറൽ നർച്ചറിങ് കൊടുത്താൽ കാലം കഴിയുമ്പോൾ അത് നല്ലൊരു മരമാവുകയും അതിൽ നിന്ന് തണലും ഫ്രൂട്ട്സും കിട്ടുകയും ചെയ്യും. ആരോഗ്യം ഇതുപോലെയാണ്. അപ്പോൾ സത്യത്തിലൊരു ചികിത്സ മിനിമം 7ഉം മാക്സിമം 28ഉം മതി. പക്ഷെ അതറിയാതെ ചെയ്യുമ്പോഴാണ് ജീവിതകാലം മുഴുവൻ ചികിത്സിക്കേണ്ടി വരുന്നത്. ജീവിതശൈലി രോഗങ്ങളുണ്ട്, ഇപ്പോൾ പ്രമേഹം, ബ്ലഡ് പ്രഷർ, ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഒരിക്കൽ വന്നുവിട്ടാൽ അത് ജീവിതത്തിൻ്റെ ഭാഗമായി അത് മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ സാധാരണക്കാരൻ്റെ അറിവ്. ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയാണ് ആയുർവേദം നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ചികിത്സ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നത്? ഈ പറഞ്ഞത് ശുദ്ധ അബദ്ധമാണ്. കാരണം അത് ശാസ്ത്രവുമായിട്ട് പോലും ചേരുന്നില്ല. ഇപ്പോൾ എനിക്കൊരു രോഗമുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് സ്ഥിരമാണ്. പ്രപഞ്ചത്തിൽ സ്ഥിരമായ എന്തെങ്കിലും കാണിക്കാമോ? ഇല്ല. അല്ല, നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ അല്ല. നിയന്ത്രിച്ച് എന്താ കൊണ്ടുപോകേണ്ട? ഈ രോഗത്തെ. ഈ പ്രമേഹമാണെങ്കിലും അങ്ങനെ ജീവിത അല്ല, എൻ്റെ ചോദ്യം, ഈ നമ്മുടെ ബോഡിയെ ശരീരമെന്നാണ് സംസ്കൃതത്തിലും മലയാളത്തിലും പറയുന്നത്. എന്തുകൊണ്ടാണ് ശരീരമെന്ന് വിളിക്കുന്നതെന്ന് അറിയോ? ശീര്യതേ അനേന ഇതി ശരീര എന്നാണ്. ശീര്യതേ എന്ന വാക്കിൻ്റെ അർത്ഥം മ്യൂട്ടേഷൻ എന്നാണ്. അനുനിമിഷം ഈ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 1 മിനിറ്റിന് മുമ്പുള്ള ശരീരമല്ല നമ്മുടേത്. കാരണം മില്യൺസ് ഓഫ് സെൽസ് മരിക്കും, മില്യൺസ് ഓഫ് സെൽസ് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടും.
അപ്പോൾ 5 വർഷം മുമ്പുണ്ടായിരുന്ന ശരീരമാണോ ഇപ്പോൾ ഉള്ളത്? 10 വയസ്സിലുള്ള ശരീരമാണോ ഇപ്പോഴുള്ളത്? ഇറ്റ് കീപ്സ് ഓൺ മ്യൂട്ടേറ്റിംഗ്. അതുമല്ല, മോഡേൺ സയൻസ്, ക്വാണ്ടം ഫിസിക്സ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദർ ഈസ് നോ മെറ്റീരിയൽ വേൾഡ് എക്സിസ്റ്റിംഗ് ദ വേ യു പെർസീവ്. നിങ്ങൾ ഈ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം അങ്ങനെ ഒന്നില്ല. അത് സ്ഥായി ഭാവമുള്ളതല്ല. ഈ സ്ഥായി ഭാവം ഇല്ലാത്ത, സ്ഥിരതയില്ലാത്ത ഈ ലോകത്ത് നമ്മുടെ രോഗം മാത്രം എങ്ങനെയാണ് സ്ഥിരമാകുന്നത്? തെറ്റ്. അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മൗലികമായ ആ അർത്ഥം മനസ്സിലാക്കുക. ആ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ യു ആർ വാട്ട് യു നോ. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് തന്നെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞൊരു പുതിയ എക്സ്പെരിമെൻ്റ് അവർ നടത്തുന്നുണ്ട്. അതിലൂടെ അവർ തെളിയിച്ചത് ഒന്നും സ്ഥിരമല്ല. ഇലക്ട്രോൺസിന് ഒരു സ്ഥായി ഭാവവും ഇല്ല. ഇലക്ട്രോൺസ് മൗലികമായിട്ടല്ലെങ്കിൽ മൂലഘടകങ്ങളിൽ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇത് ശങ്കരാചാര്യരും പറഞ്ഞു, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ജഗത്ത് എന്ന് വെച്ചാൽ മെറ്റീരിയൽ വേൾഡ് മിഥ്യയാണ്. ഇംഗ്ലീഷിൽ മിത്ത് എന്നൊരു വാക്കുണ്ട്, സങ്കല്പം. ഇതെവിടെ നിന്നുണ്ടായതാ? നമ്മുടെ സംസ്കൃതത്തിലെ മിഥ്യ തന്നെയാണ് മിത്ത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മിഥ്യയാണ്, മിത്താണ്. ആ മിത്തായ ലോകത്ത് എൻ്റെ ബ്ലഡ് പ്രഷർ മാത്രം സത്താവുന്ന എങ്ങനെയാണ്? തെറ്റ്. ഇത് മനസ്സിലാക്കുക. അങ്ങനെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ശരീരം പോലും സ്ഥിരമല്ല. പിന്നെ ശരീരത്തിലൊരു രോഗം എങ്ങനെയാണ് സ്ഥിരമാകുന്നത്? ഇതാണ് മനനം. എൻ്റെ മനസ്സിൽ, ശരീരത്തിലും മനസ്സിലും ഒന്നും സ്ഥിരമായില്ല. അതിനർത്ഥം എൻ്റെ രോഗവും സ്ഥിരമല്ല. അങ്ങനെ ഒരു വിശ്വാസം എന്നിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബ്ലഡ് പ്രഷർ എൻ്റെ നിയന്ത്രണത്തിൽ വന്നല്ലേ മതിയാവൂ. അല്ല, ഇത് ഞാൻ കുറച്ചുകൂടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചോദിക്കട്ടെ, അതൊന്ന് കൺവേർട്ട് ചെയ്ത് ചോദിക്കാം. ഞാൻ ഒരു പ്രമേഹ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ മോഹമുണ്ട്, എൻ്റെ ഇഷ്ടത്തിനൊരു പായസം കുടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 28 ദിവസം അങ്ങയുടെ സ്ഥാപനത്തിൽ താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മോഹം സാധിക്കുമോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് അതിൻ്റെ ഒരു വഴികൾ? ആദ്യം ഈ പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് പാൻക്രിയാസിൻ്റെ കപ്പാസിറ്റി കുറയുകയും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുമ്പോൾ രക്തത്തിൽ പഞ്ചസാരകളെ അളവ് കൂടും എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. ശരിയാണ്. എന്നാൽ അത്രയേ ഉള്ളോ? അല്ല. ഓട്ടോഫജി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ അത് ഒരു 60 വർഷമായിട്ടുള്ള അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഇത് നമ്മുടെ കായകൽപ്പം എന്ന ഇത് സംസ്കൃതത്തിൻ്റെ ഇംഗ്ലീഷ് പേരാണ്. അതായത് നമ്മളെപ്പോഴും ശരീരത്തെ എൻഗേജ് ചെയ്യിക്കും. എന്തെങ്കിലും കുടിക്കും, എന്തെങ്കിലും തിന്നും. അപ്പോൾ ശരീരത്തിൽ എന്ത് ചെന്നാലും അത് അസ്വസ്ഥമാണ് ശരീരത്തിന്. ഒരു ആപ്പിൾ കഴിച്ചാലും ശരീരം പറയും, എന്തിനാ ഈ സ്ട്രേഞ്ച് സാധനം ശരീരത്തിനകത്ത്? ഉടനെ സിസ്റ്റം അത് പ്രോസസ്സ് ചെയ്യും. ആ ആപ്പിളിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഊർജ്ജമായി കൺവേർട്ട് ചെയ്യും. അതാണ് ദഹനം. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലും കഴിക്കുകയും എന്തെങ്കിലും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സും ശരീരവും ആക്റ്റീവായിരിക്കും. എന്തിനെ? മാനേജ്മെൻറ്റിൽ. സൃഷ്ടിപരമാണ്. ദഹനം, പ്രോസസ്സിങ്, പിന്നെ ക്ലീനിങ്. റിപ്പയർ ഇല്ല, അതിന് സ്പേസ് കൊടുക്കുന്നില്ല. ഇവിടെയാണ് നമുക്ക് ഫാസ്റ്റിംഗ്, ഏകാദശി എന്ന് കേട്ടിട്ടുണ്ടോ? നിർജ്ജലോപവാസം. ഒരു ദിവസത്തിൽ 12 മണിക്കൂർ ജലം പോലും കഴിക്കാതെ മൗനമായി ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് കൊടുത്താൽ ശരീരത്തിനകത്തുള്ള സർവ്വ മൃതകോശങ്ങളെയും ഇവനെടുത്ത് പുറത്ത് കളയും. ക്ലൻസിങ്ങും റിപ്പയറിങ്ങും നടക്കും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്സസ് കൊഴുപ്പ്, പിന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ നമ്മളെ പഞ്ചസാരയുടെ കണങ്ങൾ, ഇതെല്ലാം പുറത്താകുകയും കോശങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് വെറും പാൻക്രിയാസ് മാത്രമല്ല, സർവ്വ കോശങ്ങൾക്കും ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ വരുമ്പോൾ വ്യായാമവും വിശ്രമവും ഒരേപോലെ ശരീരത്തിന് അപ്ലൈ ചെയ്താൽ, ഔഷധമായി ഉപയോഗിച്ചാൽ 28 ദിവസത്തിനകത്ത് ഷുഗർ നോർമലായി വരുന്നത് ഞാൻ കാട്ടിത്തരാം. അങ്ങനെ വരുമ്പോൾ ഷുഗർ നോർമലായാൽ പായസം തട്ടിക്കോ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഞാൻ അങ്ങയുടെ സ്ഥാപനത്തിൻ്റെ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കൂടുതൽ പേരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, അതായത് പലയിടത്തും പോയി പല മരുന്നുകളും കഴിച്ച് എന്നിട്ടും ആശ്വാസമില്ലാതെ തൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി തന്നെ ആക്രമിക്കുന്ന ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസുമായി വന്നിട്ട് വളരെ ഭേദപ്പെട്ട മനുഷ്യരുടെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിനെന്താണ് നമ്മുടെ സ്ഥാപനത്തിലെ ഒരു രീതി? യു ആർ വാട്ട് യു തിങ്ക്.
ഇപ്പോൾ ഉദാഹരണത്തിന് ഒരമ്മ എൻ്റെ സ്ഥാപനത്തിൽ വന്നു. ദേഹം മുഴുവൻ വെള്ളപ്പാണ്ട്. അവർക്കൊരു 6 വർഷമായിട്ട് ഈ വെള്ളപ്പാണ്ടുണ്ട്. ലോകം മുഴുവൻ നടന്നവർ ഓസ്ട്രേലിയക്കാരാണ്, ബേസിക്കലി ഇന്ത്യക്കാരാണെങ്കിലും സെറ്റിൽ ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ അതുകൊണ്ട് ആധുനികവും പാരമ്പര്യവുമായിട്ടുള്ള നമ്മുടെ കോട്ടക്കലും അവിടെയൊക്കെ വന്ന് ചികിത്സിച്ചു എന്ന് പറഞ്ഞു. ഒരു വ്യത്യാസവും ഇല്ല, കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. എന്തുകൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ, അതാണ് കാരണം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ അമ്മയുടെ കുഞ്ഞ്, അതായത് അവരുടെ മകൻ, ഒരു മകനും മകളുമാണുള്ളത്. ആ മകൻ 26-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതും കൂടുതൽ നാൾ കിടന്നൊന്നുമില്ല. പെട്ടെന്ന് കുഞ്ഞിനൊരു പനി വന്നു. അവർ ആശുപത്രി കൊണ്ടുപോയി നോക്കുമ്പോൾ ലുക്കീമിയാണ്. 6 മാസം നിന്നില്ല, കുട്ടി മരിച്ചു. ആ മോന് ഒരു കുഞ്ഞുമുണ്ട്. ഇവർ വളരെ തമിഴ്നാട്ടിലെ വളരെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള വിശ്വാസവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ആ മകനെ, ഏക മകനെ ഈശ്വരൻ തിരിച്ചെടുത്തപ്പോൾ ഇവർ വിചാരിച്ചു, ആ മനസ്സിൽ ഒരു ഉള്ളിൽ, ദൈവം എന്തിനാണ് ഞാൻ ഈ അമ്പലങ്ങൾ കയറി ഇറങ്ങിയത്, ഇത്രയും ക്രൂരനായ ഒരു ദൈവത്തിൻ്റെ പിന്നാലെ ഞാനെന്തിനാണ് നടക്കുന്നത് എന്നുള്ള ഒരു പ്രതികാര മനോഭാവം. അതിൽ നിന്നാണ് ഇവർക്ക് ഈ അസ്വസ്ഥത ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. മകൻ നഷ്ടപ്പെട്ട ദുഃഖം, പിന്നെ ഈ സർവ്വതിനോടുമുള്ള ഒരു വൈരാഗ്യം, ഈശ്വരനോടുള്ള, അതെങ്കിൽ ഈശ്വരനോടെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ആത്മാവിനോടുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. ഇതാണ് ഇതിൻ്റെ ഈ രോഗത്തിൻ്റെ മൂലകാരണം. ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവർക്ക് മഹാഭാരതത്തിലൊരു കഥ പറഞ്ഞു കൊടുത്തു. അവരെ വിശ്വാസത്തെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഏത് തന്ത്രവും ഉപയോഗിക്കാം. ഭീഷ്മർ എന്ന കഥാപാത്രം കേട്ടിട്ടില്ലേ? മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനാണ് ഭീഷ്മ പിതാമഹൻ. പക്ഷേ ഭീഷ്മ പിതാമഹൻ്റെ കഥ എന്താ? ഇദ്ദേഹം അഷ്ടവസുക്കളിൽ ഒരാളാണ്. ശാപം കിട്ടി, സ്വർഗത്തു നിന്ന് ശാപം കിട്ടി താഴെ എത്തി ഒരു ജീവിതകാലം, ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കണമെന്ന് ശാപം കിട്ടി വന്നതാണ്. അപ്പോൾ ദേവലോകത്തെ ശാപം കിട്ടിയ മനുഷ്യൻ ഭൂമിയിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ. ഇതേതാ ശരി? അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, കൂടെ വന്ന കഥ ഇനിയിപ്പോൾ വിശദീകരിക്കുന്നില്ല, 7 പേരും ഈ ഭൂമിയിൽ ജനിച്ച ഉടനെ തന്നെ മരിക്കുക ചെയ്തത്. അതായത് അമ്മ തന്നെ കൊണ്ടുപോയി മുക്കിക്കൊല്ലും. അപ്പോൾ അന്നേരം ആ കുട്ടികളുടെ അച്ഛനായ ശന്തനു മഹാരാജാവ് വളരെ ദുഃഖിതനായി. കാരണം 7 കുട്ടികളെയും സ്വന്തം കൺമുന്നിൽ മുക്കിക്കൊല്ലുകയാണ്. എന്നിട്ട് ഒരു കുഞ്ഞിനെ അദ്ദേഹം രക്ഷിച്ചെടുക്കും. അതാണ് ഭീഷ്മർ. അപ്പോൾ ഭൂമിയിലെ സൗഭാഗ്യം, ദേവലോകത്തെ ദൗർഭാഗ്യം. അപ്പോൾ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, ഈ 8 മക്കളിൽ, ശന്തനു മഹാരാജാവിൻ്റെ 8 മക്കളിൽ 7 പേരും മുങ്ങി മരിച്ചു, ഒരാൾ രക്ഷപ്പെട്ടു. ഇതിൽ രക്ഷപ്പെട്ടവനാണോ ഭാഗ്യവാൻ, മുങ്ങി മരിച്ചവരാണോ ഭാഗ്യവാൻ? അപ്പോൾ അമ്മ പറഞ്ഞു, ഗുരുക്കന്മാരുടെ അവതരണം വെച്ച് നോക്കിയാൽ 7 പേര് മരിച്ചവരാണ് ഭാഗ്യവാൻ, കാരണം അവർക്കാണ് ശാവമോക്ഷം കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയുടെ മകന് അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി. എന്തായാലും എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. Law of conservation of energy. If one form of energy changes, it will appear in another form. Modern science. ഒരു ഊർജ്ജം മറ്റൊരവസ്ഥയിലേക്ക് മാറുകയുള്ളൂ. ഭഗവത്ഗീതയും അതല്ലേ പറഞ്ഞത് 6000 വർഷങ്ങൾക്ക് മുമ്പ്, ന സദോ വിദിതേ ഭാവോ ന ഭാവോ വിദിതേ ശത. അപ്പോൾ ആധുനികവും പൗരാണികവുമായ ശാസ്ത്രം ഒരേ സത്യത്തെ ഉറപ്പിച്ച് പറയുന്നു, ഊർജ്ജം നശിക്കുന്നില്ല. അമ്മയുടെ മകൻ്റെ ആത്മാവ് ഒരു ഊർജ്ജമാണ്, അതൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അവിടെ മരണം സംഭവിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ലേ, അവരോട് തന്നെ ചോദിച്ചു, തമിഴ്നാട്ടിലൊരു ശവമടക്കിന് പോകുമ്പോൾ അവരാഘോഷിച്ചിടത്ത് പോകുന്നത്, ചെണ്ട കൊട്ടി ഡാൻസ് ചെയ്താണ് ശവത്തെ കൊണ്ടുപോയി അവർ ക്രിമേറ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? മരണം, മാറ്റം ആഘോഷിക്കപ്പെടാനുള്ളതാണ്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ നോക്കിയിട്ട്, അപ്പോൾ എൻ്റെ കുഞ്ഞ് അവൻ മറ്റൊരു ഡയമെൻഷനിൽ, മറ്റൊരു പ്ലെയിനിൽ വളരെ സുഖമായി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ എക്സിസ്റ്റൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അമ്മയുടെ മനസ്സാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് കരഞ്ഞ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? പറഞ്ഞ അമ്മ ഈ മനസ്സുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുകയാണ്. അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇതിനെയാണ് ത്രിശങ്കു സ്വർഗം എന്നൊരു കഥയുണ്ട്. സ്വർഗത്തെത്തുകയുമില്ല, ഭൂമിയിൽ നിന്ന് വിട്ടുപോയി. ആ ഒരവസ്ഥയിൽ അമ്മയുടെ കുഞ്ഞിനെ നിർത്തരുത്. പെട്ടെന്ന് ഇവർ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ കുഞ്ഞിനെ മുന്നോട്ട് നയിക്കാൻ? പറഞ്ഞാൽ ആദ്യം സത്യത്തെ അംഗീകരിച്ച് അവനെ മുന്നോട്ട് പോകാൻ അനുവദിക്കുക, അമ്മ സന്തോഷിക്കുക. ആ നിമിഷം മുതൽ ഇവരുടെ രോഗം മാറി തുടങ്ങി. കൃത്യം 3 മാസത്തിനകത്ത് ഈ പാച്ചുകളെല്ലാം
വൈറ്റ് പാച്ചസ് എല്ലാം അത് റെഡാകാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറി. മരുന്നും കൊടുക്കുന്നുണ്ടായിരുന്നു? ആയുർവേദത്തിൽ ഡോക്ടർമാർ കൊടുക്കാനുള്ള മരുന്നുകളൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ബാഹ്യമായി അപ്ലൈ ചെയ്യാനുള്ള ഈ ധാര മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇവിടെയാണ് മരുന്നും മനസ്സും കൂടി ഞാൻ യോജിപ്പിച്ചത്. പൗരാണികമായി നമ്മെ പഠിപ്പിച്ചത് ചികിത്സ മരുന്നും മന്ത്രവുമാണെന്ന്. മന്ത്രം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? കുറേ അഭ്യാസങ്ങൾ അല്ല. ഇത് ഹൈ എനർജി ഫിസിക്സാണ്. മനനാത് ത്രായതേ ഇതി മന്ത്ര എന്നാണ്. നമ്മൾ സൂക്ഷ്മമായ ഒരു ആശയത്തെ നിരീക്ഷിച്ചാൽ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ ആ പ്രസൻറ്റേഷൻ മാറും. അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഇത് വെള്ളമാണോ എന്ന് ചോദിച്ചാൽ കെമിസ്ട്രി പഠിച്ച ഒരാൾ വെള്ളമാണെന്ന് പറയില്ല. എന്തേ? അത് H2O ആണെന്ന് പറയും. അതായത് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ടുള്ള 2 ഗ്യാസിൻ്റെ ചേർച്ചയാണ് വെള്ളമായി നമ്മൾ കാണുന്നത്. അപ്പോൾ സത്യം യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന വാതകങ്ങളാണ്, ഇല്ലേ? അപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ് മനനം എന്ന് പറയുന്നത്. അപ്പോൾ മനനാത്രായത് സൂക്ഷിച്ച് വെള്ളത്തിൽ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ ഐഡൻറ്റിറ്റി ത്രാണനം ചെയ്യപ്പെട്ടു, അത് മാറിപ്പോയി. ഇതുപോലെ എൻ്റെ ശരീരത്തിലൊരു ക്യാൻസർ ഉണ്ടെന്ന് കണ്ടു. ക്യാൻസർ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കോശങ്ങൾക്ക് ഘടനകളും വ്യത്യാസം വന്നല്ലേ മതിയാവും. ഇതാണ് മന്ത്രം. ഇത് പറയുമ്പോഴും അടുത്ത് ചോദിക്കാനുള്ളത്, ആയുർവേദത്തെ പോലെ തന്നെ സിദ്ധയും നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. സിദ്ധയെപ്പറ്റി എനിക്കുൾപ്പെടെ തന്നെ ഉള്ളിൽ ഇതത്ര ശാസ്ത്രീയമല്ലെന്നും എന്താണിത് എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങേപോലെ ഒരാളെ കിട്ടുമ്പോൾ അറിയാൻ ആഗ്രഹമുണ്ട്, എന്താണ് ശരിക്കും സിദ്ധ വൈദ്യരീതി എന്ന് പറയുന്നത്? ആയുർവേദത്തിൻ്റെ സൂക്ഷ്മ തലമാണ് സിദ്ധം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ശരീരമാണ് ആയുർവേദമെങ്കിൽ മനസ്സ് സിദ്ധമാണ്. മനസ്സ് സൂക്ഷ്മവും ശരീരം സ്ഥൂലവുമാണ്. ഇത് ശാസ്ത്രീയമല്ല എന്ന് പറയണമെങ്കിൽ അത് അല്പം മണ്ടത്തരമുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റൂ? കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷമോ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷവുമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സിദ്ധ സിലബസ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അത് ശാസ്ത്രീയമല്ലേ? ആണ്. പക്ഷേ ഒരു സമയത്ത് ഭാരതത്തിലെ ഏറ്റവും ശക്തമായി നിന്ന 2 ശാസ്ത്രശാഖകളായിരുന്നു, സൂക്ഷ്മവും സ്ഥൂലവുമായി നിന്നതായിരുന്നു സിദ്ധവും വേദവും. പിന്നീട് ഈ പ്രത്യേകിച്ചും ടർക്സിൻ്റെ വരവ്, അതായത് ഗസ്നി, ഘോറി മുതലായിട്ടുള്ള ആക്രമണങ്ങൾ, അത് കഴിഞ്ഞ് മുഗൾസ്, പിന്നെ ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഫൈനലി ബ്രിട്ടീഷ്. അറൗണ്ട് 1000-1100 വർഷങ്ങളായിട്ട് ഈ 2 ശാസ്ത്രശാഖകളെയും കംപ്ലീറ്റ് സൈഡ്ലൈൻ ചെയ്യുകയോ നശിപ്പിക്കുകയോ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യുകയോ ചെയ്തു. 1000 വർഷത്തെ അടിമത്വം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് വന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ഗവൺമെൻറ്റുകൾക്കും ഈ ബ്രിട്ടീഷ്, യൂറോപ്യൻ, വെസ്റ്റേൺ കൾച്ചറുമായിട്ടോ ആ സംസ്കാരവുമായിട്ട് ചേർന്നാണ് മുന്നോട്ട് പോയത്. പൈതൃകത്തെക്കുറിച്ച് യാതൊരു അവബോധവും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ടാണ് ഈ 2 ശാസ്ത്രശാഖയുടെയും ഒരു റിവൈവൽ നടക്കുന്നത്. ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്രയും ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാട് ഈ അടുത്ത കാലത്താണ് വന്നിട്ടുള്ളത്. ഇത് വെറുതെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാത്രം ഒരു താല്പര്യമല്ല. ദ ഹോൾ വേൾഡ് ഈസ് വെയിറ്റിംഗ് ഫോർ ദിസ്. ഇന്ന് ലോകത്ത് പ്രധാനമായും കണ്ടുവരുന്നൊരു രോഗം ഈ ലിവർ സിറോസിസാണ്. ലിവർ സിറോസിസും ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഡ്രഗ്സ്. അത് ചെറിയൊരു കാര്യമല്ല, നമ്മളത് അറിയാത്തത് കൊണ്ടാണ്. യുവതലമുറ വളരെ അന്ധമായ രീതിയിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുകയാണ്. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ. ഒപ്പം കുട്ടികൾക്ക് പോലും ലിവർ സിറോസിസ് ഉണ്ട്. പണ്ട് ആൽക്കഹോളിക് സിറോസിസ് ഉണ്ടായിരുന്നു, ഇന്ന് സിറോസിസ് എല്ലാവർക്കും ഉണ്ട്. കോമൺ ആണ്. ഇതിനെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. കാരണം നാം മരുന്നിനെ ഒരു പരിധിക്കപ്പുറം ആശ്രയിച്ചാൽ ശരീരം അതിനോട് പ്രതികരിക്കും. ഈ സമയത്ത് വരുന്ന ഒരു രക്ഷാമാർഗം നമ്മുടെ പൗരാണികതയുടെ ഈ ചികിത്സാ സംവിധാനമാണ്. മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ പരിഗണിക്കുക. ശരീര മനസ്സോ യോഗോ പരസ്പരമനുവ്രജേത്, സുശ്രുത മഹർഷി പറഞ്ഞതാണ്. ഇതാണ് ഇപ്പോൾ ക്വാണ്ടം ഹീലിംഗ് എന്ന രീതിയിലേക്ക് അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ കൃത്യമായി പ്രയോഗിക്കാൻ കഴിയുന്നത് സിദ്ധ മരുന്നുകളും സിദ്ധ പ്രയോഗങ്ങളുമാണ്. ആയുർവേദ മരുന്നുകൾക്ക് കൂടുതലും അത് ഈ ഹെർബ്സ്, നമ്മുടെ ഫലമൂലാദികളിൽ നിന്ന് എടുക്കുന്നതാണ് കൂടുതൽ. പക്ഷേ ഈ സിദ്ധ മെഡിസിൻസ് മെറ്റൽസിനെ ഡയറക്റ്റ് മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
ഇനി വരും തലമുറ അതായിരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പഠനം എനിക്ക് ബോധ്യം തരുന്നത്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് കൺസീവായ സ്ത്രീകൾക്ക് ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ അയൺ ടാബ്ലറ്റ് കൊടുക്കും. ഈ അയൺ ഏറ്റവും കൂടുതലുള്ളത് ഒരു ചെടിയിലാണ്, കേട്ടിട്ടുണ്ടാകും, മുരിങ്ങ. ആ മുരിങ്ങയ്ക്ക് ഇതെല്ലാം അയൺ വളരെ റിച്ചാണ്. അറൗണ്ട് 230 ടൈംസ് കൂടുതലാണ് സാധാരണ ഇതിനെ അപേക്ഷിച്ച്. അപ്പോൾ ഈ അയൺ കണ്ടൻറ്റിനെ ഈ ചെടി എങ്ങനെയാണോ പ്രിസർവ് ചെയ്യുന്നത്, അതേ പൊട്ടൻഷ്യൽ നമുക്ക് ശുദ്ധ അയണിനെ നീറ്റിയെടുക്കാനും പറ്റും. പക്ഷേ പണ്ടത്തെ കാലത്ത് ഈ ചാണകവറളിയിൽ വെച്ചിട്ട് ഇതിനെ നീറ്റിയെടുക്കും. തങ്കഭസ്മം, താമ്രഭസ്മം, പിന്നെ പാഷാണ ഭസ്മം, ഇങ്ങനെ ഭസ്മങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത്രയും ശ്രദ്ധയോട് എടുത്തില്ലെങ്കിൽ ഈ മെറ്റൽ നീറി മെഡിസിൻ കഴിഞ്ഞാൽ പിന്നെ അത് ആഷാണ്. ഇങ്ങനെ 3 തലങ്ങളാണ്. അപ്പോൾ ഈ മെറ്റലിനും ആഷിനും ഇടയ്ക്കുള്ള ആ കറക്റ്റ് പൊട്ടൻഷ്യൽ ഇതിനെ എടുക്കണം. ഇതിൽ അല്പമെങ്കിലും പിഴവ് വന്നാൽ ഒന്നുകിൽ അത് മെറ്റലായി നിലനിൽക്കും, ദാറ്റ് ഈസ് ഡേഞ്ചറസ്, ഇല്ലെങ്കിൽ ഇത് ആഷായി മാറിപ്പോവും, യൂസ്ലെസ്. ഇതായിരുന്നു ഈ സിദ്ധ മരുന്നുകളുടെ ഒരു ഏറ്റവും വലിയ അപാകത. പക്ഷേ ഇന്ന് അൾട്രാ മോഡേൺ മെഷീൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് ആ മെറ്റലിനും ആഷിനും ഇടയ്ക്കുള്ള മെഡിസിൻ കണ്ടൻ്റാക്കി നമുക്ക് ഇതിനെ സിദ്ധ മരുന്നുകളെ റിവൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ന്യൂ ഏജ് മെഡിസിൻ. ഇത് ഭാരതത്തിലുള്ള ആൾക്കാരേക്കാൾ കൂടുതൽ വെസ്റ്റേൺ വേൾഡ് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു അബദ്ധം അവർക്ക് ഇനി പറ്റും, അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ സിദ്ധ മരുന്നുകളുടെ എല്ലാ പ്രയോഗവും പ്രാണായാമവുമായി ചേർത്തിട്ടാണ്. അതായത് മനസ്സും മരുന്നും കൂടെ ചേരണം, അപ്പോഴേ അതിന് പൂർണ്ണ ഫലം കിട്ടുള്ളൂ. ഈ മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുക? യഥാ മന തഥാ പ്രാണായാമം ധ്യാനത്തോടുകൂടി, ധ്യാനബലത്തോടു കൂടിയാണ്. മനസ്സിനെ മരുന്നായി ഉപയോഗിച്ചുകൊണ്ട് വേണം ബാഹ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കാൻ. ഇത് രണ്ടും കൂടി ചേർന്നാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ഇന്ന് ലോകം സിദ്ധമരുന്നുകൾക്ക്, സിദ്ധ ചികിത്സയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. നമുക്ക് ധ്യാനത്തിലേക്ക് വരാം. അതിനു മുന്നേ ഇത് കേട്ടപ്പോൾ എനിക്കുള്ള ഒരു സംശയം, ഈ അടുത്തിടെ വളരെ ഹിറ്റായ ഒരു സിനിമയിലൊരു കാര്യമുണ്ട്. അതായത് ആ സിനിമയിലൊരു കഥാപാത്രം സ്ഥിരമായി അരിഷ്ടങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഒരു ലിവർ സിറോസിസിൻ്റെ ലാസ്റ്റ് കണ്ടീഷനിലാണ് തിരിച്ചറിയുന്നത്, ആൾ മരണപ്പെടുന്നു. അതുപോലെ ഈ തങ്കഭസ്മത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മുടെ ഒരു പ്രമുഖ നടൻ മരിച്ചപ്പോഴും തങ്കഭസ്മം അദ്ദേഹം കഴിക്കാറുണ്ടെന്ന് അവിടെ എവിടെയും സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം ഇത്തരം മരുന്നുകളുടെ ഉപയോഗം, അല്ലെങ്കിൽ അറിയാതെയുള്ള ഉപയോഗമായിരിക്കാം ചിലപ്പോൾ, അതൊക്കെ ശരീരത്തിന് കേടുണ്ടാക്കും എന്നുള്ള വാദം എത്ര ശരിയാണ്? അത് 100% ശരിയാണ്. ആ പറഞ്ഞതിലൊരു ചെറിയ വാക്ക് കിടന്നില്ലേ, അറിയാതെ. അതെ, എല്ലാ മരുന്നും എല്ലാ മനസ്സും വിഷമാണ്. മന്ത്രവും വിഷമാണ്, മരുന്നും വിഷമാണ്. വിഷമല്ലാത്തത് ഏതാ പ്രപഞ്ചത്തിലുള്ളത്? ആഹാരവും വിഷമാണ് അമിതമായി കഴിച്ചാൽ. ഈ വിഷവും ഔഷധവുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? ഡോസ്. പാമ്പിൻ വിഷം, ഇന്ന് മോഡേൺ മെഡിസിൻ്റെ നല്ലൊരു പങ്കും പാമ്പിൻ വിഷമാണ്, ഇല്ലേ? എല്ലാ മരുന്നുകളും വിഷമാണ്. പക്ഷേ ആ മരുന്നിനെ കാലദേശ പ്രമാണം, കാലം എന്ന് പറഞ്ഞാൽ ആ കഴിക്കുന്ന ടൈം, ദേശം എൻവയോൺമെൻറ്റൽ സപ്പോർട്ട്, പ്രമാണം അളവ്. ഇപ്പോൾ പാല് കൃത്യമായിട്ടും നല്ല പശുവിൻ പാല് ഇരട്ടി വെള്ളം ചേർത്ത് കാച്ചി പിന്നെ കുറുക്കിയെടുത്തിട്ട്, ഇരട്ടി വെള്ളം എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് പാലിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് പിന്നെ അത് 1 ഗ്ലാസ്സാക്കി വറ്റിച്ചിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും അല്പം തേനും കൂടെ വെച്ച് കുടിച്ചു നോക്ക്, അത് നല്ലൊരു ഔഷധമാണ്. പക്ഷേ ഈ രാത്രി കാലങ്ങളിൽ കഫമുള്ള ആൾക്കാരത് കുടിച്ചാൽ അത് വിഷമായി പ്രവർത്തിക്കും. പിടികിട്ടിയ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ, കൃത്യമായിട്ട് ചിന്തകളെ ഉപയോഗിച്ചാൽ അത് ഔഷധമായി പ്രതിഫലിക്കും. ഒരാഗ്രഹം അത് അമിതമായാൽ ദുഃഖകാരണമാകും, ഇല്ലേ? ഇതുപോലെ തന്നെയാണ് ഔഷധവും. അതുകൊണ്ട് ഒന്നും പൂർണ്ണമായും ശരിയുമല്ല തെറ്റുമല്ല. അതെങ്ങനെ ഉപയോഗിക്കുന്നു, എത്ര അളവിൽ ഉപയോഗിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും അതിൻ്റെ പ്രതിഫലം. ഇനി ധ്യാനത്തിലേക്ക്, നമ്മൾ ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ അത്
പരിശീലിപ്പിക്കുന്നുമുണ്ട്. ഉറപ്പായിട്ടും. അപ്പോൾ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റായതാണ്. ഒരു ആനി എന്ന് പറയുന്ന നമ്മുടെ ഒരു പണ്ടത്തെ ഒരു സിനിമാതാരം ഇങ്ങനെ ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലേക്ക് 100,000 ചിന്ത വരും. അയ്യോ, നാളത്തേക്കുള്ള മാവ് ഫ്രിഡ്ജിൽ കറക്റ്റ് എടുത്ത് വെച്ചോ, അത് അടച്ചോ, വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നത് ഓഫ് ചെയ്തോ, ഈ ചിന്തകൾ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ധ്യാനം സാധ്യമാവുക എന്നുള്ളൊരു സംഗതി. ശരിക്കും എന്താണ് ധ്യാനം? നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ ഇരട്ടി ഫോഴ്സിലാണ് ചിന്തകൾ നമ്മളെ ഹിറ്റ് ചെയ്യുക. അതിനെങ്ങനെയാണ് അത് പരിശീലിപ്പിക്കുന്നത്? ഈ വിദ്യ എന്ന് പറയുന്നത് സാധന കൊണ്ടുവരേണ്ടതാണ്. ഞാൻ പണ്ട് ഈ കരാട്ടെ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ ചേട്ടനാണ് കൊണ്ടുപോയത്. അപ്പോൾ കരാട്ടെ സ്കൂളിൽ ചെന്നു. ഞാനൊരു കുട്ടിയായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്ലൈയിങ് കിക്കാണ് കാണുന്നത്. ഒരാളിങ്ങനെ ഓടിക്കൊണ്ട് വന്നിട്ട് 2 മീറ്റർ പൊക്കത്തിൽ വെച്ചിരുന്ന ഒരു ടാർഗറ്റിലേക്ക് ചവിട്ടി അങ്ങ് പൊട്ടിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കിയിട്ട് ഇത് എന്നെക്കൊണ്ട് പറ്റില്ല, ഇതെങ്ങനെ പറ്റും? ആ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് അസംഭവ്യമായൊരു സാധനം. കൃത്യം 1.5 കൊല്ലം കൊണ്ട് ഞാനത് ചെയ്തു. അപ്പോൾ ഏത് വിദ്യയും കൃത്യമായി പഠിക്കുക. ഇത് പഠിക്കാതെ നമ്മളെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം ധീ ന, ശരിക്കും വേർതിരിച്ചറിയുന്ന ബൗദ്ധിക തലത്തെ നമ്മളതിനെ ശാസ്ത്രീയമായി എലിമിനേറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊക്കെ ഇപ്പോൾ ശ്വാസം പിടിച്ച് നിർത്തിയാൽ എത്ര സമയം ശ്വാസം ഉള്ളിലെടുത്ത് പിടിച്ച് നിർത്തും? കുറച്ച് സമയം, ഒരു മാക്സിമം പോയാൽ 1 മിനിറ്റ്. എന്നാൽ ഈ ഇന്തോനേഷ്യ, മലേഷ്യയുടെ ഈ പിന്നെ കടൽ തീരങ്ങളിൽ സീ നൊമാഡ്സ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗമുണ്ട്. ഇവർ മീൻ പിടിക്കുന്നത് വെറുതെ വെള്ളത്തിനടിയിൽ പോയിട്ട് നടന്നിട്ട് മീൻ പിടിക്കും, കുത്തിപ്പിടിക്കും. ഇവർ എത്ര മിനിറ്റ് വരെയൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുമെന്നറിയോ? വേൾഡ് റെക്കോർഡ് 13 മിനിറ്റാണ് വേൾഡ് റെക്കോർഡ്. 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ പിള്ളേർ പോലും വെള്ളത്തിനടിയിൽ പോയി കളിക്കും. എന്താണ്? പ്രാക്ടീസ്. അപ്പോൾ ഇതൊക്കെ അസംഭവ്യമെന്ന് നാം അങ്ങ് ലേബൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടാനുള്ള ആ ഒരു ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കൃത്യമായി പ്രാണായാമം, യഥാ പ്രാണ തഥാ മന, മനസ്സിനെ പിന്നെ ധ്യാനം എന്ന മനസ്സ് കേട്ടുടനെ ഇപ്പോൾ നേരത്തെ കൈ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വെക്കാൻ ആരാ പറഞ്ഞത്? അതൊക്കെയാണ് നമ്മൾ എപ്പോഴും ബാഹ്യമായ ഉപാധികളിൽ അങ്ങ് പിടിക്കും. ശാസ്ത്രീയമായി പോവുകയാണെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശ്വാസമാണ്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ശ്വാസത്തെ ആയാമം ചെയ്ത് എക്സ്റ്റൻഷൻ ചെയ്ത് പിന്നെ അതിനെ സ്തംഭനം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ചിന്തകളെയെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ചിന്തകളെ ബോധപൂർവം നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് ധ്യാനം. പിന്നെ ചിലർ പറയും ഇരുന്നുടനെ മനസ്സങ്ങ് എംറ്റി ആവണം. എന്നാൽ പിന്നെ എന്തിനാ ധ്യാനിക്കുന്ന? പോയി ഉറങ്ങിയാൽ പോരെ, ഇരുന്നുറങ്ങണോ? മനസ്സിനെ എംറ്റി ആക്കുക എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങുക എന്നാണ്. അത് നിദ്രയാണ്. യോഗനിദ്ര എംറ്റി ആക്കലല്ല, അവെയറാക്കുക എന്നാണ്. അപ്പം ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ധ്യാനിക്കുകയാണ്. എൻ്റെ ഓരോ ചിന്തകളും എങ്ങനെയാണ് സംഭവിക്കുന്നത്, എൻ്റെ തലച്ചോറിൽ എങ്ങനെയാണ് ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇവോൾവ് ചെയ്യുന്നതെന്ന് ഞാൻ അവെയറാണ്. അങ്ങനെ ആ കൃത്യമായിട്ടുള്ള പിന്നെ ഒബ്സർവേഷൻ, ബോധം, അവബോധം, അതാണ് ധ്യാനം. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. അതാണ് ആനന്ദം. നമ്മൾ സബ്ജക്റ്റ് തുടങ്ങിയത് ആരോഗ്യം. പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്ത ഒരു ആനന്ദമാണ്. അതാണ് പ്രസന്നത എന്ന് പറയുന്നത്. ആ പ്രസന്നാവസ്ഥ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പ്രതിഫലിക്കുമ്പോഴാണ് പൂർണ്ണ ആരോഗ്യവാൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നത്, ഈ ചിന്തകളെയൊക്കെ അതിന് പോകുന്ന വഴിക്ക് അഴിച്ചുവിട്ട് ജീവിക്കുന്ന അതിസാധാരണക്കാരായ മനുഷ്യരും ഇതിങ്ങനെ നിയന്ത്രിച്ച് എൻ്റെ ചിന്തകളെ ഞാൻ ഒബ്സർവ് ചെയ്ത് അവെയറായി ജീവിക്കുന്ന മനുഷ്യരും, ഇവർക്ക് 2 പേർക്കും ഒരു രോഗം വന്നു വന്നിരിക്കട്ടെ, അത് മെഡിസിൻ അതിലേക്ക് പ്രയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാവും വ്യത്യാസപ്പെടുക? ഈ ശരീരം എന്ന് പറയുമ്പോൾ എല്ലാം സെൽസും കോശങ്ങളും അതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും ആണല്ലോ. അപ്പോൾ ഇതിൽ മാറ്റമുണ്ടാകും എന്ന് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ഇത് ബദ്ധനും മുക്തനും എന്ന് പറയും. ഈ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ച് അറിഞ്ഞ് ജീവിക്കുന്നവനെ മുക്തനെന്നും അറിയാതെ ജീവിക്കുന്നവനെ ബദ്ധൻ എന്നും വിളിക്കും, അല്ലെങ്കിൽ ഭോഗി, യോഗി. നമ്മൾ സാധാരണഗതിയിലൊക്കെ ഭോഗിമാരാണ്,
തിന്നുന്നു, കുടിക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ജീവിക്കുന്നു. ഒരു ബോധവുമില്ല. സുഖം. എന്നാൽ ഈ സുഖം എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ യോഗിയും ഇതുപോലെ തന്നെ തിന്നുന്നു, കുടിക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. പക്ഷേ ഹീ ഈസ് അവെയർ ഓഫ് ഇറ്റ്. ഇതെങ്ങനെയാണ് ഉള്ളിൽ നടക്കുന്നത്? ഇത് രണ്ടും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറും ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനും, 2 പേർക്കും 2 കാറുണ്ട്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ കാർ ഓടിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും? ഈ കാറിനെക്കുറിച്ചുള്ള ബോധം. ഹീ നോസ് ഈച്ച് ആൻഡ് എവറിഥിങ് ഹീ നോസ്. എഞ്ചിനിൽ ചെറിയൊരു വേരിയേഷൻ സൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവനപ്പോൾ ചിരിക്കും, ഓ ഇന്നൊരു പ്രശ്നം, ബെയറിങ്ങിൽ ചെറിയ പ്രശ്നമുണ്ട്, സോ എനിക്കത് വർക്ക്ഷോപ്പിൽ പോകണം. പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാത്തവൻ ഓടിക്കുന്ന സമയത്ത് ഇത് ഒരുപക്ഷെ അവൻ നോട്ട് ചെയ്യില്ല. നോട്ട് ചെയ്താൽ തന്നെ എന്തോ കേട്ടു, വീണ്ടും ഹീ ഈസ് മൂവിങ്. ഇത്രയേ ഉള്ളൂ. ഒരു യോഗി അല്ലെങ്കിൽ മുക്തൻ ശരീരത്തിൽ നടക്കുന്ന, ഹൃദയത്തിൽ നടക്കുന്ന ചെറിയൊരു വ്യത്യാസം പോലും ഹീ വിൽ കം ടു നോ ഹീ ഈസ് ആൻ എഞ്ചിനീയർ ഫോർ ഹിംസെൽഫ്. വാൽവിൽ ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഇന്ന ആഹാരം കഴിക്കില്ല. ഇവൻ അപ്പോഴേ ഒരു തീരുമാനം എടുത്തു. മറ്റേ ആളിന് ഇതറിയില്ല. നെഞ്ചിലൊരു കടുപ്പം തോന്നുന്നുണ്ട്, എന്തായാലും പിന്നെ കാർഡിയോളജിനെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഹീ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ആൻ ഇൻഫർമേഷൻ. ദിസ് ഗായ് ഈസ് ഡിസൈഡിങ് ഫോർ ഹിംസെൽഫ്. ഒരാൾ ബദ്ധനായി ബാധ്യതയോടുകൂടി ജീവിക്കുന്നു, ഇവൻ മുക്തനായി സ്വതന്ത്രനായി ജീവിക്കുന്നു. ഏതാ നല്ലത്? ഇത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങയോട് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, അങ്ങ് പൂർണ്ണമായും ഈ ബോധത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഇനി ഇതല്ലാത്തൊരു മനുഷ്യൻ, സാധാരണക്കാരായ ഒരു മനുഷ്യൻ അങ്ങയുടെ അടുത്തെത്തിയാൽ അവനെ അവെയറായ ഒരു മനുഷ്യനാക്കാൻ പറ്റുന്ന ഒരു ആദ്യ സ്റ്റെപ്പെങ്കിലും എനിക്ക് ആസ് എ യോഗി നിങ്ങൾ മാറ്റം വരുത്താൻ പറ്റുമെന്ന് കോൺഫിഡൻ്റായി പറയാൻ പറ്റുമോ? രണ്ടിനും ഒരു എംഫാറ്റിക് യെസ് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ കൃത്യമായി ഞാൻ ആര്, എന്ത് എന്ന ബോധത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മുന്നിൽ വരുന്ന പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും ഇതുവഴിയാണ് അവിടെ എത്തേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയും. അയാൾ അത് പാലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വേർ ദെയർ ഈസ് ആൻ എഫർട്ട് ദെയർ വിൽ ബി എ റിസൾട്ട്. ഇത് കേൾക്കുമ്പോൾ അറിയാൻ താല്പര്യമുണ്ട്, അങ്ങയുടെ ഒരു ദിവസം അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ എങ്ങനെയായിരിക്കും? അതിന് വലിയ ഉറപ്പും ചിട്ടയൊന്നുമില്ല. ഐ ആം ലിവിങ് വിത്ത് നേച്ചർ. മിക്കവാറും രാവിലെ ഒരു 3:30-4 മണിയാകുമ്പോൾ എഴുന്നേക്കും. അപ്പോൾ തന്നെ മനസ്സുണരും. അത് ഞാൻ ബോധപൂർവം ചെയ്യുന്നതല്ല. പ്രകൃതി നിയമങ്ങളുമായി നാം സമരസപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. താമര വിടരുന്ന എപ്പോഴെന്നറിയോ? സൂര്യനെ കാണുന്നതിന് മുമ്പ് സൂര്യപ്രകാശം നമുക്ക് അനുഭവപ്പെടും. ആ സമയത്ത് താമര വിടരും. എന്തുകൊണ്ടാണ്? സൂര്യരശ്മികൾ, ആ ഫ്രീക്വൻസിയിലുള്ള രശ്മികൾ താമരയിൽ വീഴുമ്പോൾ, ആ മുട്ടിൽ വീഴുമ്പോൾ അതിനകത്ത് ചില കെമിക്കൽ ചേഞ്ചസ് നടന്നിട്ടാണ് അത് വിടരുന്നത്. ഇതുപോലെ തന്നെയാണ്, ഇതിനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഈ പ്രകൃതിയിലെ ആ മാറ്റം നമ്മുടെ തലച്ചോറിൽ ചില മാറ്റങ്ങൾ വരുത്തി സെറോട്ടോണിൻ ലെവൽ അങ്ങ് താരും. എന്നിട്ട് ഡോപ്പമൈൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഉണർച്ച എന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഇതെല്ലാം നടക്കുന്നത് കെമിക്കൽസാണ്. പ്രാണാപാനിയോർ ഗ്രന്ഥി രജപേഥ്യപതീയതേ. ആൾക്കാർ പറയും രാജയോഗം എന്ന് പറയുന്നത് കുറിയൊക്കെ തൊട്ട് കാവി കൊടുത്ത്, അതൊന്നുമല്ല. പ്രകൃതിയുമായി സമരസപ്പെട്ട് ജീവിക്കുമ്പോൾ ശരീരത്തിൻ്റെ രാസപ്രവർത്തനങ്ങൾ നമുക്ക് കൃത്യമായി ദർശിക്കാൻ കഴിയും. അങ്ങനെ ദർശിക്കുമ്പോഴാണ് അവൻ ദാർശനികനാകുന്നത്, അല്ലാതെ വേഷഭൂഷാദികളല്ല. അപ്പോൾ ഞാൻ രാവിലെ ഇതിന് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം വരുന്നു, തലച്ചോറിൽ മാറ്റം വരുന്നു, കണ്ണു തുറക്കുന്നു, അത് ഫീൽ ചെയ്യും. ഇറ്റ്സ് എ സെൻസേഷൻ. നേരെ പോകുന്നത് ബാത്റൂമിൽ പോകുന്നു, ഫ്രഷപ്പ് ആകുന്നു, വരുന്നു, മെഡിറ്റേഷന് വന്നിരിക്കുന്നു. അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. കാരണം നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ആ ശുദ്ധമായ മനസ്സോടെ ധ്യാനിക്കാനിരുന്നാൽ അത് എഫക്റ്റ് കൂടുതലാണ്. അവിടെ ഇരുന്ന് ശരീരത്തിൻ്റെ ഓരോ ജോയിൻസും ഞാൻ അലൈൻ ചെയ്ത് ആസന സ്ഥിരത എന്ന് പറയും. അത് അനുഭവപ്പെടുമ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ഞാൻ എന്നെ തന്നെ അറിയുന്ന ഒരവസ്ഥ, അത് തന്നെ ആനന്ദത്തോടുകൂടി അനുഭവിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ദിനചര്യയിലേക്ക് പോകുന്നു. ആദ്യം കളറി ക്ലാസ്, യോഗ ക്ലാസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കൺസൾട്ടേഷന് പോകുന്നു. അപ്പോൾ ഏർലി മോർണിംഗ് 4 o'clock മൈ ഡേ വിൽ സ്റ്റാർട്ട് ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ അപ് ടു അറൗണ്ട് 8 o'clock. ഉറക്കം എത്ര മണിക്ക്?
ഒരു 10 മണിക്ക് ഞാൻ ഉറങ്ങും. ഈ ഉറങ്ങുന്നതിന് മുന്നേ ഇതുപോലെ എന്തെങ്കിലും ചിട്ടയുണ്ടോ? അങ്ങനെ ചിട്ടയൊന്നുമില്ല. ചില സമയത്ത് കുറച്ച് TV കാണും. പിന്നെ നമ്മുടെ ന്യൂസൊക്കെ ഇതിൽ ഇപ്പോൾ എന്താണ് അതിൻ്റെ പേരെന്താണ്, യൂട്യൂബ്, അതിൽ താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ കാണും. ഇത് ഈ യോഗി എന്ന് പറയുന്നത് ഒരു വ്യത്യാസമില്ല. നമ്മൾ എല്ലാവരും പോലെ തന്നെ ജീവിക്കാൻ പറ്റും. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ആധിയോ വ്യാധിയോ അല്ലെങ്കിൽ ആകുലതകളോ ആകാംക്ഷയോ ഇല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. സന്തോഷത്തോടെ. ഇപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഷോൾഡറിൽ ഒരു പെയിൻ വന്നു. പണ്ട് ജിംനാസ്റ്റിക്സ് ചെയ്യുന്ന സമയത്ത് കൈ ഇളകിയിട്ടുണ്ട്. കുറേ കാലമൊക്കെ അത് അനക്കാതെ കൊണ്ടു നടന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് വീണ്ടും അഭ്യാസങ്ങൾ കാണിച്ചു വന്ന് വേദന വന്നു. അപ്പോൾ വേദന വന്ന ഉടനെ കൂടുതലെല്ലാം കുറുന്തോട്ടിക്കും വാദോ, എനിക്ക് രോഗം വരാൻ പാടില്ല എന്നാണ് ഒരു ധാരണ. പൊതുവേ അത് കേൾക്കുമ്പോൾ ഒരു ഇച്ഛാഭംഗം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഒരു യോഗതലത്തിലെത്തുന്ന ഒരാളിന് അവിടെ സമശത്രൗച മിത്രൗച തഥാ മാന അപമാന, അതായത് ഭഗവത്ഗീത പറയുന്ന അതേ അവസ്ഥയാണ്. സുഖവും ദുഃഖവും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും, ഒരുപോലെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതൊരു വല്ലാത്ത അനുഭൂതിയാണ് ആ വേദന. അപ്പോൾ എന്താണോ ചെയ്യേണ്ടത്, ആയുർവേദ പ്രകാരം അല്പം ചൂട് കൊടുക്കണം, ഫിസിയോതെറാപ്പി ചെയ്തു, അങ്ങനെയൊക്കെ മാനേജ് ചെയ്തു മുന്നോട്ട് വരുന്നു. ആ ദുഃഖത്തെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുറുന്തോട്ടിക്കും വാദം വന്നു എന്ന് കേട്ടപ്പോൾ എന്ത് തോന്നി? ഇതാണ് ആത്മനിരീക്ഷണം. നമുക്കുള്ളിലേക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വളരെ വ്യക്തമായി ആന്തരികമായ ഒരു ദർശനത്തോടുകൂടി, സാക്ഷി രൂപേണ ദർശനം, അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിതമാർഗമാണ്. ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് എത്തുന്നവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഗുരുക്കന്മാരും അത് തന്നെയാണ് പറഞ്ഞത്. ശ്രുതി, യുക്തി, അനുഭവം. വിവേകാനന്ദ സ്വാമി ഒരു സംശയവുമില്ലാതെ പറഞ്ഞതാണ്, നിങ്ങൾ കേൾക്കുക, ശ്രുതി, അല്ലെങ്കിൽ വായിക്കുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, യുക്തിപൂർവം ചിന്തിക്കുക, എന്നിട്ടോ അത് അനുഭവത്തിൽ കൊണ്ടുവരിക. അനുഭവത്തിൽ കൊണ്ടുവന്നാൽ ആ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കുക. അതാണ് എൻ്റെ ജീവിതം. അങ്ങയുടെ സ്ഥാപനത്തിലേക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രയാസവുമായി വന്ന മനുഷ്യരായിക്കോട്ടെ, ഒരു ജീവിതം മാറിയെന്നോ അല്ലെങ്കിൽ ഇവർക്കൊരു മാറ്റം ഉണ്ടായിരുന്നോ, അങ്ങനെ ഉള്ളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖം അല്ലെങ്കിൽ കടന്നുപോയ വ്യക്തികളുടെ മുഖം അത് ഓർത്തെടുക്കാനുണ്ടോ? ഒരുപാടുണ്ട്. പക്ഷേ ഈ ചോദിച്ച അത്രയും പ്രാധാന്യമൊന്നും എനിക്കതിനില്ല. കാരണം ഈ പ്രപഞ്ചം തന്നെ ഒരു മായയാണ്. ഈ ഇല്ലാത്ത ലോകത്തിൽ എന്തിനാണ് അധിഭാവത്വം കൊടുക്കുന്നത്? എങ്കിലും എൻ്റെ ആ മനോതലത്തിലെത്താത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് കഥകളും പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇന്നും വളരെ സജീവമാണ് ആ കഥകൾ. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരനുഭവം മറ്റുള്ളവരുമായിട്ട് പറയുന്നത്, ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ പകുതി ജീവൻ പോകും. ഒരു സ്ത്രീ UK നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് കീമോയും പിന്നെ റേഡിയേഷനും എല്ലാം കഴിഞ്ഞു. ഇനി ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി കൂടുതൽ അവർക്ക് കീമോയോ റേഡിയേഷനോ ചെയ്യാൻ കഴിയില്ല. 8-9 സർജറിയും കഴിഞ്ഞു. വീണ്ടും പുതിയ പിന്നെ ലംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി മെഡിസിനും ഇനി ചികിത്സ ഒന്നുമില്ല, നിങ്ങൾക്ക് പെയിൻ കില്ലർ കഴിക്കുക, അതിനെ കൂടിപ്പോയാലൊരു 1 മാസം മുതൽ 3 മാസം വരെ നിങ്ങൾക്ക് ആയുസുള്ളൂ എന്ന് പറഞ്ഞിട്ട് പാലിയേറ്റീവ് കെയറിലേക്ക് വിട്ടു. ഈ സ്ത്രീയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ റിപ്പോർട്ടെല്ലാം വരുത്തി ഡോക്ടേഴ്സിൻ്റെ ടീമിന് കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് പഠിച്ചിട്ട് എനിക്കൊരു റിപ്പോർട്ട് തരാൻ പറഞ്ഞു. എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു, ഗുരുജി അത് എടുക്കരുത്, കാരണം നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഇറ്റ്സ് ഇൻ ദ ലാസ്റ്റ്, ഷീ സിങ്കിങ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ എന്ത് മറുപടി പറയണം? ആധുനിക ശാസ്ത്രം പറഞ്ഞ പോലെ തന്നെ യു വെയിറ്റ് ഫോർ യുവർ ഡെത്ത് എന്ന് പറയണോ? അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായമില്ല, പക്ഷേ മെഡിക്കലി ദർ ഈസ് നോ ലൈഫ്, ഇനി ഗുരുജിയുടെ ഇഷ്ടം പോലെ. ഞാൻ അവരോട് പറഞ്ഞു, നോക്ക് ഡോക്ടേഴ്സ് ഇതാണ് പറയുന്നത്, സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ വരിക. അങ്ങനെ അവരിവിടെ വന്നപ്പോൾ ആദ്യം അവർ ഇവിടെ ഒരു കട്ടി പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു. വന്നിട്ട് പറഞ്ഞ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം ഗുരുജി. അപ്പോൾ എന്താണ്? അപ്പോൾ അവരിങ്ങനെ ഉരിക്കുമ്പോൾ ഫുഡ് പൈപ്പ് കാണാം, ഇതിൽ ചലം പുറത്തേക്ക് തെറിക്കുകയാണ്. കാരണം അവിടെ വേറൊന്നും ചെയ്യാനില്ല, ആ കണ്ടീഷനാണ്. അപ്പോൾ ഇവരെ ഞാൻ യോഗയുടെ ആ സംവിധാനങ്ങളിലേക്കും ക്യാൻസർ എന്താണെന്നും അല്ലെന്നുണ്ടെങ്കിൽ ശരീരം എന്താണെന്നും അല്പച്ചെ പറഞ്ഞ് മനസ്സിലാക്കി
ഇവരൊരു പിന്നെ എന്താണ് വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ബിലീവറുമാണ്. അപ്പോൾ ഈ പരിമിതമായ വിശ്വാസങ്ങളെ ആദ്യം മാറ്റി അപരിമിതമായ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് വലിയൊരു ജോലിയാണ്. അപ്പോൾ അവരെ എന്തായാലും ഒരു 3 ആഴ്ചത്തേക്കാണ് വന്നത്. കുറേശ്ശെ അവരെ ആശയങ്ങളിൽ നിന്ന് മാറ്റി ഈ ശാസ്ത്രബോധത്തിലേക്ക് കൊണ്ടുവന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഊസിങ് നിന്നു, ചലം വരുന്നത് നിന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ ആസനങ്ങളൊന്നും ചെയ്യാനോ പറ്റില്ല. പക്ഷേ ആസന ക്ലാസ്സിലേക്ക് അവരെ കൊണ്ടിരുത്തി. 3-ാമത്തെ ആഴ്ച അവർ ചില മൂവ്മെൻറ്റ്സും ചെയ്തു തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, എനിക്ക് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മോർഫിനൊക്കെ ഇവർക്ക് കൊണ്ടു നടക്കാം, ഈ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവരാം, കാരണം ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവർ മോർഫിൻ ഉപയോഗം നിർത്തി, വേദനയില്ല അവർക്ക്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് പുതിയൊരു കാഴ്ചപ്പാട് വരുന്നു ലൈഫിൽ, എനിക്ക് അല്പം കൂടെ എൻജോയ് ചെയ്യണം. ആ അമ്മ പറഞ്ഞതാണ്. അവർക്ക് ഏകദേശം 66-67 വയസ്സുണ്ട്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ബീച്ചിൽ പോകണം. അങ്ങനെ പിന്നെ ഞാൻ കോവളത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവിടത്തേക്ക് പിന്നെ ഒരാഴ്ച സ്റ്റേ അറേഞ്ച് ചെയ്ത് ഇന്ന ആഹാരമേ കൊടുക്കാവൂ, അത് ഇന്ന രീതിയിൽ സ്റ്റീം ചെയ്യണം, സ്പൈസസ് ഇന്നത് ഉപയോഗിക്കരുത്, അങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവർ ഒരാഴ്ച അവിടെ പോയി സ്വസ്ഥമായിട്ട് ബീച്ചൊക്കെ എൻജോയ് ചെയ്ത് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു നാട്ടിലേക്ക് തിരിച്ചു പോയി. 2.5 വർഷം കഴിഞ്ഞിട്ട് ഒരു കോൾ വന്നു. മോള് വിളിച്ചിട്ട് പറഞ്ഞ്, അമ്മ പോയി, പിന്നെ വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക്, കാരണം ഇൻറ്റിമസിയിൽ നിന്ന് തിരിച്ച് ചെന്നതിന് ശേഷം ആ സ്ത്രീ വളരെ സന്തോഷവതിയായിരുന്നു, 2.5 വർഷം ജീവിച്ചു. അത് കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ടാണ് അമ്മ മരിച്ചത്. താങ്ക്സ് ഫോർ എവറിതിങ്. അതായത് ദിവസങ്ങൾ എണ്ണി മരിക്കാൻ നിന്നവർ, സങ്കടത്തോടുകൂടി നിന്നവരെ, വി മെയ്ഡ് ദം ഫേസ് ദ സിറ്റുവേഷൻ ഗ്രേസ്ഫുള്ളി. സന്തോഷത്തോടെയാണ് നമ്മൾ മരണത്തെ വരവേൽക്കേണ്ടത്, അല്ലാതെ കരഞ്ഞുകൊണ്ടല്ല മരിക്കേണ്ടത്. മരണം ജനനം പോലൊരു സത്യമല്ലേ മരണം, പിന്നെ എന്തിനാണ് നമ്മളതിനെ ഭയപ്പെടുന്നത്? നമുക്കൊരു ഉപനിഷത്തുണ്ട്, കഠോപനിഷത്ത്, കേട്ടിട്ടുണ്ടോ? നചികേതസ് എന്ന് പറയുന്ന ഒരു ബാലൻ മരണത്തെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെയാണ് ആ കഥ, ആ ഉപനിഷത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. സാധാരണ മനുഷ്യൻ മരണമെന്ന് കേൾക്കുമ്പോൾ ഭയന്ന് ഓടും. ഇവൻ മരണത്തെ ഭയപ്പെടുത്തി ഓടിക്കും. എങ്ങനെയാണ്? സമയമെത്താതെ മരണത്തിന് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഇവൻ മരണത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മരണദേവൻ ഇവനെ വെട്ടിച്ച് ഓടുകയാണ്. പക്ഷേ ഒടുവിൽ ഇവൻ്റെ ഇച്ഛാശക്തി മരണത്തെ പിടിക്കും. ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളാര്? എന്താണ് നിങ്ങളുടെ പ്രവർത്തനം? ഒടുവിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ട് മരണത്തിൻ്റെ രഹസ്യം ഈ ബാലന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ആ ഉപനിഷത്ത്. അൾട്രാ മോഡേൺ സയൻസാണ്. അതായത് നീ സൂര്യ ഉപാസന ചെയ്യുക, അഗ്നി തത്വത്തെ അറിയൂ മകനെ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ആ ഒരു പൊയറ്റിക് ലാംഗ്വേജ്. എന്താണ് ഈ അഗ്നിതത്വം? ശാസ്ത്രമല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഐസ് കേട്ടാൽ നമ്മളെ കയ്യിലിരുന്നാൽ അത് ഖരമല്ലേ. എന്താണ് ആ ഖരരൂപം കൊടുക്കുന്നത്? പിന്നെ ജലതന്മാത്രകൾക്ക് താപം. 0 ഡിഗ്രി മുതൽ താഴോട്ട് വന്നാൽ അത് ഐസ് കട്ടയായി. അതിനെ തപ്പിപ്പിച്ചാലോ, ചൂടാക്കിയാൽ വെള്ളമാകും. വീണ്ടും തപ്പിപ്പിച്ചാലോ നീരാവിയാകും. നീരാവിയിൽ നിന്ന് താപത്തെ മാറ്റിയാൽ വീണ്ടും വെള്ളമാകും. താപത്തെ വീണ്ടും മാറ്റിയാൽ വീണ്ടും ഐസ്. ശരിയല്ലേ? നമ്മുടെ ശരീരത്തിലെ 37.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂട്ടിയാലും രോഗം വരും, കുറഞ്ഞാലും രോഗം വരും. രോഗം അധികരിച്ചാൽ മരിക്കും. പക്ഷെ മരണം എന്ന് പറയുന്നത് വെള്ളം മരിച്ച് നീരാവിയായെന്നല്ലേ പറയുക. നീരാവി മരിച്ചാൽ ആരാകും? വെള്ളമാകും. വെള്ളം മരിച്ചാലോ വീണ്ടും ഐസാവും. സോ ഇറ്റ്സ് ഓൺലി എ ചേഞ്ച് ഇൻ ദ മാനിഫെസ്റ്റേഷൻ, നോട്ട് ദ ഫണ്ടമെൻ്റൽ ചേഞ്ച്. സർ, ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ഇത്ര നേരമുള്ള സംഭാഷണത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ഏറ്റവും കോറായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആഹാരം, വ്യായാമം, നമ്മുടെ പ്രാണൻ, മനസ്സ് ഇതിനെ നിയന്ത്രിക്കുക. അതിൻ്റെ കൂടെ മരുന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലസിദ്ധി ഷുവറാണ് എന്നുള്ളൊരു സാധനമാണ്. ഇതിൽ എനിക്ക് എൻ്റെ ഒരു കടമ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇത് കേൾക്കുന്ന ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണ് നമുക്കൊരു യോഗ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ എനിക്കും ഇതുപോലെയൊക്കെ വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കാതെ എൻ്റെ രോഗാവസ്ഥ മാറാൻ പറ്റിയാലോ, ഇങ്ങനെയൊക്കെ ഒന്ന് ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് പോയി ഒന്ന്, ചിലപ്പോൾ കൃത്യമല്ലാത്ത ആൾക്കാർ തന്നെ ആയിരിക്കാം, ഇതൊക്കെ പരീക്ഷിച്ചാലോ, എനിക്കിത് സുഖപ്പെടുമോ, അത്തരത്തിൽ
ഏതെങ്കിലും മനുഷ്യർ ഈ സംഭാഷണത്തെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ കൃത്യമായും വൈദ്യത്തെ ആശ്രയിക്കേണ്ടത്, എവിടെയാണ് ജീവിതചര്യ ആശ്രയിക്കേണ്ടത്, ഈ ഡിവിഷൻ എവിടെയാണ്? സ്വയം ചികിത്സ എന്തായാലും അപകടകരമാണ്. എന്തിനും ഒരു ഗൈഡൻസ് അല്ലേ നല്ലത്. ഡ്രൈവിംഗ് പഠിക്കണം എന്ന ആഗ്രഹം നല്ലത് തന്നെയാണ്. എന്ന് വെച്ച് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകാതെ ഞാൻ സ്വയം പഠിക്കും എന്ന് തീരുമാനിച്ചിറങ്ങുന്നത് അല്പം റിസ്ക്കിയാണ്. പറ്റില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ സ്വന്തമായി ഡ്രൈവിംഗ് പഠിച്ചുകൂടാ എന്ന് നിർബന്ധമില്ലല്ലോ. എപ്പോഴും സേഫാകുന്നത് ലൈസൻസുള്ള അവരുടെ പാരമ്പര്യം തെളിയിച്ച വിശ്വാസയോഗ്യമായ ഏതെങ്കിലും സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിക്കുന്നതാണ് ഉചിതം. ഇനി അതല്ല, ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോവില്ല, സ്വയം പഠിക്കും എന്ന് വാശി പിടിക്കുന്നത് ആകാം, പക്ഷേ റിസ്ക്കിയാണ്. ഈ വൈദ്യവും ഈ ആരോഗ്യ പരിപാലനവും ഇത്രയേ ഉള്ളൂ. പഠിക്കണം അല്ലെങ്കിൽ ചികിത്സിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലും ലൈസൻസുള്ള, അതായത് ഗവൺമെൻറ് അംഗീകരിച്ച, ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ വളരെ ശക്തമാണ്, വിശ്വാസ്യതയുള്ള അംഗീകാരമുള്ള ഏതെങ്കിലും സോഴ്സ് ഉപയോഗിച്ച് പഠിക്കുന്നതാണ് ഉചിതവും അതുതന്നെയാണ് സുരക്ഷിതവും. അങ്ങയുടെ സ്ഥാപനത്തിൽ പോലും അങ്ങല്ല ഇതൊക്കെ പ്രൈമറി മരുന്നിൻ്റെ കാര്യം ഡിസൈഡ് ചെയ്യാൻ അങ്ങേക്കൊപ്പം ഒരു കൂട്ടം ഡോക്ടേഴ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിസ്റ്റം കൂടി ഒന്ന് പരിചയപ്പെടുത്താവോ? അതായത് പാരമ്പര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അത് മരുന്നും മന്ത്രവുമാണ്. മരുന്നിൻ്റെ മേഖല വൈദ്യന്മാർ അല്ലെങ്കിൽ ലൈസൻസ്ഡ് ഡോക്ടേഴ്സാണ് ചെയ്യേണ്ടത്. പിന്നെ മനസ്സിൻ്റെ മേഖല, മന്ത്രമേഖല, അത് ഞാനാണ് ചെയ്യുന്നത്. എൻ്റെ പാരമ്പര്യം സിദ്ധ പാരമ്പര്യമാണ്. ശിവജ്യോതി ധർമാനന്ദ സ്വാമികളിൽ നിന്ന് ശ്രീവിദ്യാ മാർഗത്തിൽ മന്ത്രദീക്ഷ സ്വീകരിച്ച് 4.5 വർഷം വനവാസം നടത്തി തന്നെയാണ്. വനവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും, എന്തിനാ എല്ലാവരും വനത്തിൽ പോകണം? ഇല്ല, ഏകാന്തമായിട്ട്, അതായത് മൗനത്തെ അവലംബിക്കുന്ന പ്രക്രിയയാണ് മുനിത്വം. ഈ മുനിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുടുംബം കെട്ടിയിരിക്കുന്ന ആളല്ല. മൗനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് മൗനി അഥവാ മുനി. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ നിശബ്ദതയുടെ ശബ്ദത്തെ കേൾക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ആ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ശക്തിയെ നാം തിരിച്ചറിയുന്നത്. അങ്ങനെ ആ ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും മനസ്സ് മന്ത്രരൂപത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ത്രാണനം മന്ത്രം. ആ മന്ത്രാവസ്ഥയാണ് മരുന്നായി ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് മരുന്നും മന്ത്രവും ഉപയോഗിക്കുന്നത്. അപ്പം മനസ്സിൻ്റെ ബലത്തെ എങ്ങനെയാണ് സ്വാംശീകരിക്കേണ്ടതെന്നും എങ്ങനെയാണത് പ്രയോഗിക്കേണ്ടതെന്നും ഞാൻ പഠിപ്പിക്കുന്നു. മരുന്നിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ലൈസൻസ്ഡ് ഡോക്ടേഴ്സ് കൊടുക്കുന്നു. ഇത് രണ്ടും കൂടി ചേർത്തെടുക്കുമ്പോഴാണ് പൗരാണിക ഭാരതത്തിൻ്റെ ആ ഒരു ആത്മാവ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ ഫൈനലായി ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ രോഗങ്ങളൊന്നും ഉള്ള ഒരാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, പക്ഷേ എനിക്ക് അങ്ങയുടെ അടുക്കിലേക്ക് വരണം, എനിക്ക് എൻ്റെ ഈ ചതുർബലങ്ങളെ പുഷ്ടിപ്പെടുത്തി വെക്കേണ്ടതുണ്ട്, അതൊരു പ്രതിരോധ മാർഗം പോലെയായിരിക്കാം എന്ന് ഞാൻ ഈ സംഭാഷണത്തിൽ നിന്നൊരു ടേക്ക് അവേ എടുക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങയുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധിക്കുമോ? അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും? അത് എക്സ്പെൻസീവ് ആണോ? അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് എന്താണ് മറുപടി? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സംവിധാനം. സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും എന്ന് പറയും. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനാണ്, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് രോഗമൊന്നുമില്ല, പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് അല്പം ശ്രദ്ധിക്കണം. ആതുരൻ എന്ന് പറഞ്ഞാൽ രോഗിയാണ്, അവന് ചികിത്സ വേണം. എനിക്കൊരു കാറുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ സർവീസ് ചെയ്യില്ലേ, എന്നാൽ വഴിയിലായിപ്പോയി, പിന്നെ ഞാൻ മെക്കാനിക്കിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകണം. അപ്പോൾ ഈ വർക്ക്ഷോപ്പ്, ആശുപത്രിയും സർവീസ് സെൻറ്റർ എന്നാണ്, നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകും. ഇതുപോലെ നമ്മുടെ സ്ഥാപനത്തെ സർവീസ് സെൻ്ററായിട്ടും ആശുപത്രിയായിട്ടും അല്ലെങ്കിൽ വർക്ക്ഷോപ്പായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. സ്വസ്ഥൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സ്വസ്ഥത മെയിൻറ്റെയിൻ ചെയ്യാനും രോഗം വരാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു മുൻകരുതലായിട്ടും അത് ഉപയോഗിക്കാം. പിന്നെ രോഗമില്ല എന്ന് പറയുന്നത് അത്ര ശരിയല്ല. കാരണം നമുക്ക് ശരീരം നിലനിൽക്കുന്ന കാലത്തോളം രോഗസാധ്യതയുമുണ്ട്. ഒപ്പം ഞാൻ ആര് എന്ന ഒരു ചോദ്യം, സംതൃപ്തി, അതനുഭവിക്കണമെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അത് പഠിക്കുന്നതാണ് സ്വസ്ഥവൃത്തം, ഒരു മെയിൻ്റനൻസും പിന്നെ ഒരു മാനേജ്മെൻറ്റും. ആതുരവൃത്തം ചികിത്സ. അപ്പോൾ ഇത് 2 കൂട്ടർക്കും അവിടെ വരാം. പിന്നെ
7 മുതൽ 28 ദിവസം വരെയാണ് നമ്മുടെ പാക്കേജുകൾ പോകുന്നത്. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു മനുഷ്യർ ഈ ശാസ്ത്രം എന്നതിലേക്ക് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്കൊക്കെ അറിവുണ്ട് എന്നും അവനവനെ അറിയേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വളരെ പ്രധാനമാണ്. അതങ്ങ് വളരെ നന്നായി തന്നെ കൺവേ ചെയ്തു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്തേ.